Hi all. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗൺസിനെ പറ്റി. പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് വൺ ആണ് നൗൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗണിനെ പറ്റി തന്നെയാണ്. അപ്പോൾ നമ്മുടെ നൗൺ എന്ന് പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പ്രത്യേകത എന്താ നമുക്ക് ആദ്യമേ നോക്കാം. നൗൺ എന്ന് പേര് കേട്ട് തന്നെ നമ്മൾ ഓർക്കാം. പേര്, അതാണ് നൗണിന്റെ അർത്ഥം. പേര് അത് ഒരു വസ്തുവിന്റെ പേരാകാം, വ്യക്തിയുടെ പേരാകാം, ജന്തുവിന്റെ പേരാകാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാകാം. അപ്പൊ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പല ടൈപ്പ് നൗണുകളുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നൗണും അതിന്റെ ടൈപ്സും അല്ല പഠിക്കുന്നത്. പല ടൈപ്പ് നൗണുകളുണ്ട്. സിംഗുലറായ നൗണുണ്ട്, പ്ലൂറലായ നൗണുണ്ട്, അതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട് നൗണുകളുടെ. അതുപോലെ തന്നെ വേറെ കോണ്ടെക്സ്റ്റിൽ നൗണിന്റെ നമ്പർ എന്താന്ന് നോക്കണം. നൗൺ നമ്പർ തമ്മിലുള്ള കണക്ഷൻ എന്താ, നൗണും കേസും തമ്മിലുള്ള കണക്ഷൻ എന്താ, അതുപോലെ തന്നെ നൗണും ജെൻഡറും തമ്മിലുള്ള കണക്ഷൻ എന്താ എന്നൊക്കെ നമുക്ക് നോക്കണം. ആകെപ്പാടെ നമുക്ക് കുറച്ചെങ്കിലും ഗ്യാപ്പിട്ട് SSC എക്സാമുകൾക്ക് നമുക്ക് ഗ്യാപ്പിട്ട് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിട്ടുപോകാം എന്ന് പറ്റുള്ളത് ജെൻഡറാണ്. ജെൻഡർ വലിയ കാര്യമായിട്ട് നമുക്ക് നൗണിന്റെ കാര്യത്തിൽ പഠിക്കേണ്ട കാര്യം വരുന്നില്ല, PSC എക്സാമുകൾക്കൊക്കെ ഉള്ള പോലെ തന്നെ. പക്ഷെ നൗണിന്റെ മറ്റ് കേസിനെ പറ്റിയും നൗണിന്റെ നമ്പറിനെ പറ്റിയൊക്കെ ഉള്ളത് SSC എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നൗണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം. എസ്പെഷ്യലി നൗൺ എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ നെയിമിംഗ് വേർഡ് എന്ന് തന്നെ ഓർത്തിരിക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നെയിമിംഗ് വേർഡാണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പേരാണ്. വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലത്തിനോ ഒക്കെ നമ്മൾ പേരാണ് എന്ത് പറയാം, നൗൺ എന്ന് പറയുന്നത് നെയിമിംഗ് വേർഡാണ്. അപ്പോൾ ഈ നൗൺ എന്ന് പറയുന്നതിനെ നമുക്ക് എവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. SSC എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 25 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചിലും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെന്റൻസ് ഇംപ്രൂവ്മെന്റിൽ നിന്നും എറർ കറക്ഷൻ നിന്നും ഒക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം നൗൺ എന്ന നെയിമിംഗ് വേർഡ് നമ്മൾ എവിടെ കാണാൻ പറ്റും? ഒരു കാര്യം ഓർത്താൽ മതി, ഏതെങ്കിലും ഒരു വേർഡിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്ത് അതിനെ പ്ലൂറലാക്കാൻ മാറ്റുമെങ്കിൽ, ഒരു നൗൺ ഒരു വേർഡ് ഇട്ട് കൊടുക്കുക, ആ വേർഡിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്ത് അത് പ്ലൂറലായി, അതെന്തായിരിക്കും? അതൊരു നൗൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിനൂടെ എസ് അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്ത് അത് പ്ലൂറൽ ആവുമെങ്കിൽ അത് ഉറപ്പായിട്ടും അത് നൗൺ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും വേർഡിന്റെ കൂടെ എസ് ES ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ മിറർ എന്ന് പറയുന്ന വാക്ക്, മിറർ എന്ന് വാക്ക് നൗണായിട്ടും വെർബായിട്ടും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിനോട് ഞാൻ എസ് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ES ഇട്ട് കൊടുക്കണം. എസ് ഇട്ട് കൊടുത്താൽ മിറേഴ്സ് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അതിനെ പ്ലൂറൽ ആക്കി ഫോം ചെയ്ത് പ്ലൂറൽ ഫോമിലോട്ടാണ് പോയേക്കുന്നത്. എസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലൂറൽ ആവുമെങ്കിൽ, അത് പ്ലൂറൽ ഫോമിലോട്ട് വരുമെങ്കിൽ അത് ഉറപ്പായിട്ടും നൗൺ ആയിരിക്കും. എസ് ഇട്ട് കൊടുത്ത് സിംഗുലർ ആവുകയാണെങ്കിൽ അതിനെ വെർബ് എന്ന് വിളിക്കും. എസ് ഇട്ട് കൊടുത്ത് അതിനെ പ്ലൂറൽ ഫോമിലോട്ട് ആക്കുമെങ്കിൽ അതിനെ നമുക്ക് നൗൺ എന്ന് വിളിക്കാം. അപ്പൊ പ്ലൂറൽ ഫോമിലോട്ട് ആകുമ്പോൾ അത് നൗൺ ആട്ടോ. നൗണിനാണ് എസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലൂറൽ ഫോം വരിക. അപ്പൊ അത് നൗൺ. പിന്നെ നൗൺ എപ്പോഴും പ്ലേസ്, നമ്മളൊരു വേർഡ് ഉണ്ട്, ആ വേർഡിന് മുമ്പിൽ ഒരു ആർട്ടിക്കിൾ കിടപ്പുണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ മാത്രമല്ല കേട്ടോ, ഒരു ഡിറ്റർമിനർ, ഏതെങ്കിലും ഒരു ഡിറ്റർമിനർ കിടപ്പുണ്ടെന്ന് വിചാരിച്ചോ. ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിറ്റർമിനർ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക ഒരു വേർഡിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അതൊരു നൗൺ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഒരു വേർഡ് കിടപ്പുണ്ട്, അതിന് തൊട്ട് മുമ്പിൽ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനർ കിടപ്പുണ്ട് എങ്കിൽ ഉറപ്പാണ് ആ വേർഡ് ഒരു നൗൺ ആയിരിക്കും. നൗണിന്റെ മുൻപിലാണ് നമ്മൾ എപ്പോഴും ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കുക, ഒരു നൗണിന്റെ മുമ്പിലാണ് നമ്മൾ ഒരു ഡിറ്റർമിനർ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലോ അതൊരു നൗൺ ആണ്. അതുകൊണ്ട് തന്നെ എറർ വരുന്ന സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതാണോ. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തരുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് കറക്ഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഒരു കണ്ടുപിടിക്കുക എളുപ്പത്തിൽ വരുന്ന ഒരു കാര്യമാണ് നൗൺ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡ് ആണ്. നൗണിനെ നമുക്ക് പ്ലൂറലാക്കി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൗണിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്താൽ മതി. അത് നൗണാന്ന് അറിയാനാണ് പറയുന്നത്. എസ് അല്ലെങ്കിൽ ES ഇട്ട് കൊടുത്ത് പ്ലൂറൽ ഫോമിലോട്ട് ആക്കുമെങ്കിൽ അത് നൗൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വേർഡിന് മുമ്പിൽ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഡിറ്റർമിനറോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതെന്തായിരിക്കും, ഒരു നൗൺ ആയിരിക്കും. ആർട്ടിക്കിൾ മുൻപിൽ വരുന്ന ഒരു നൗണിൻ്റെ, ആർട്ടിക്കിൾ മുൻപ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനർ മുമ്പ് വരുന്ന ഒരു നൗണിൻ്റെ മാത്രം. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് അതിനെ നൗണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നൗൺ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുക ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നൗണിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നൗണിന്റെ ആദ്യത്തെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് പറയാം. ഏറ്റവും ബേസിക് ആയിട്ട് നൗണിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, കോൺക്രീറ്റ് നൗൺ ആയിട്ടും അബ്സ്ട്രാക്ട് നൗൺ ആയിട്ടും. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഒരു സോളിഡ് ഫോം ഉണ്ട്. സോളിഡ് ഫോം, നമുക്കതിനെ കാണാൻ പറ്റും, ചിലപ്പോൾ കേൾക്കാൻ പറ്റും, ചിലപ്പോൾ അതിനെ നമുക്ക് എന്താ പറയുക തൊട്ട് നോക്കാൻ പറ്റും, ടാൻജിബിൾ ആണ്, ചിലപ്പോൾ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ.
അല്ലെങ്കിൽ നമുക്ക് അതിനെ കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുക, അല്ലെ അങ്ങനെ ഏതെങ്കിലും 5 സെൻസ് ഉണ്ട്. ടേസ്റ്റ് ചെയ്യുക, ടച്ച് ചെയ്യുക, അതുപോലെ തന്നെ ടേസ്റ്റ്, സ്മെല്ല്, ടേസ്റ്റ്, സ്മെല്ല്, ടച്ച് ചെയ്ത് നോക്കുക, ആൻഡ് ഹിയർ ചെയ്യുക, കാണുക. 5 ഈ 5 സെൻസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോളിഡ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു സോളിഡ് ആയ കാര്യമാണ്. 80% ഓഫ് നൗൺസ് ഈ പറയുന്നത് കോൺക്രീറ്റ് നൗൺസിൽ പെടുന്ന. ഈ പറയുന്ന ഗേൾസ് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫോണ്, സോങ്സ്, ഇതൊക്കെ നമുക്ക് ടി വി അല്ലെങ്കിൽ മോണിറ്റർ, ഫോണ്, അതുപോലെ തന്നെ സ്ക്രീൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വിസിബിൾ ആണ്, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ, കേൾക്കാനോ, തൊട്ട് നോക്കാനോ എന്തെങ്കിലും ഒന്ന് പറ്റുമല്ലോ. സെൻസിൽ ഏതെങ്കിലും ഒന്ന് പറ്റുമല്ലോ. സെൻസ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. 5 സെൻസിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിന് നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ കോൺക്രീറ്റ് നൗൺ വിളിക്കാം. അപ്പൊ 80% നൗൺ എന്തിപ്പെടും? കോൺക്രീറ്റ് നൗണിൽ പെടുന്നതാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ബാക്കിയുള്ള നൗണുകൾ എന്തിപ്പെടുന്ന? ബാക്കിയുള്ള നൗണിനെ നമ്മൾ എന്തിപ്പെടുത്തും അല്ലെ? ബാക്കിയുള്ള നൗണിനെ നമുക്ക് വിളിക്കാം അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വിളിക്കാം. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് വെറും ഐഡിയ മാത്രമേ ഉള്ളൂ, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറയുന്ന പോലെ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. ആകെപ്പാട് 20% നൗൺസ് ഇംഗ്ലീഷിൽ അബ്സ്ട്രാക്ട് നൗൺസിന്റെ കാറ്റഗറി പെടുന്നുള്ളൂ. അത് നമുക്ക് ചിന്തയിൽ മാത്രമേ, നമ്മുടെ തോട്ടിൽ, നമ്മുടെ ഇമോഷൻസിൽ, നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ട്, ഒരു ഉദ്ദേശമായിട്ട് മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ അതൊരു തോട്ടായിട്ടോ ഒരു ഇമോഷനായിട്ടോ നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയാ? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ചിലപ്പോൾ ഒരു തോട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഇമോഷൻ ആയിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സ്ട്രാക്ട് നൗൺ എന്ന് വിളിക്കുക. ഞാൻ വീണ്ടും എടുത്ത് പറയണേ, 20% ഇംഗ്ലീഷിൽ 20% ഓഫ് നൗൺസും എന്തിപ്പെടും? അബ്സ്ട്രാക്ട് നൗൺസിൽ പെടും. എക്സാമ്പിൾ ആയിട്ട് ലവ്, അല്ല ഒരു കോൺസെപ്റ്റാണ്, നമ്മൾ അറിയുന്ന, നമ്മൾ കേട്ട് പരിചയമുള്ള ഇംഗ്ലീഷിലൊരു കോൺസെപ്റ്റാണ് ലവ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കേട്ട് പരിചയമുള്ള ഇംഗ്ലീഷിലൊരു കോൺസെപ്റ്റാണ് ലക്ക് എന്ന് പറയുന്നത്. നമ്മൾ കേട്ട് പരിചയമുള്ള ഇംഗ്ലീഷിലൊരു കോൺസെപ്റ്റാണ് ജസ്റ്റിസ്. ലവ്, പ്രണയം, സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മേ നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ ഭാഗ്യമല്ലേ. ആ ഭാഗ്യം എന്തിപ്പെടുന്ന? ഈ പറയുന്ന അബ്സ്ട്രാക്ട് നൗൺസ് പെടുന്ന നമ്മുടെ തോട്ട് പ്രോസസ് മാത്രം. ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു വികാരം ഓർ തോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അതുപോലെ ജസ്റ്റിസ്, നീതി എന്ന് പറയില്ലേ. നീതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ വികാരം അല്ലെ, നമ്മുടെ ഒരു ഇമോഷൻ എന്നുള്ള കാര്യമാണ്. നമ്മളതിനെ കാണുന്നത്, നമ്മുടെ ഒരു വികാരം, നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്ന രീതിയിൽ തന്നെയാണ് എന്നെ കാണുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഈ പറയുന്ന കോൺക്രീറ്റ് നൗണുകളെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ടച്ച് ചെയ്യോ, സ്മെല്ല് ചെയ്യോ, ടേസ്റ്റ് ചെയ്യോ, കേക്കോ, കാണുകയോ ചെയ്യാൻ പറ്റും. അബ്സ്ട്രാക്ട് നൗൺസ് അങ്ങനെ ഒന്നും പറ്റില്ല, ഐഡിയ മാത്രമാണ്, അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്, അത് നമുക്ക് ഫീൽ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഓക്കെ കേട്ടോ, അതാണ് അബ്സ്ട്രാക്ട് നൗൺസ്. അല്ലാതെ നമ്മൾ പറയില്ലേ, എന്തൊരു ദയാലുവായ വ്യക്തിയല്ല, വളരെ ദയുള്ള ഒരു വ്യക്തിയാണ്, അതൊരു ദയ, കൈൻഡ്നെസ് പറയില്ലേ. അവൻ്റെ ഒരു ഓണസ്റ്റി എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് നൗണാണ് അല്ലേ. പോവേർട്ടി, അവസ്ഥയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞ പോവേർട്ടി ഒരു അവസ്ഥയാണ്, കണ്ടീഷൻ അല്ലേ, ഒരു കണ്ടീഷനാണ് അവസ്ഥ, പോവേർട്ടി എന്ന് പറയുന്നത്. തെഫ്റ്റ്, കളവ് അല്ലേ. ലിബേർട്ടി, ഫ്രീഡം, അല്ലെങ്കിൽ നോളജ്, അറിവ് എന്ന് പറയുന്നത്, അതൊക്കെ എന്താ സാധനമാണ്? അബ്സ്ട്രാക്ട് നൗൺസിൽ പെടുന്നതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, അബ്സ്ട്രാക്ട് നൗൺസ് എന്താ? എണ്ണാൻ പറ്റാത്ത നൗണാണ്. അബ്സ്ട്രാക്ട് നൗൺസ് നമുക്ക് എണ്ണാൻ പറ്റില്ല, അവയെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഈ അബ്സ്ട്രാക്ട് നൗൺസ് എന്താണ്? അൺകൗണ്ടബിൾ കൂടിയാണ്. ഒരു പോയിന്റ് ഇവിടെ കിട്ടി, അബ്സ്ട്രാക്ട് നൗൺസ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്തിരിക്കും? സിംഗുലർ ഫോം ഓൺലി. അവർക്ക് സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ. അബ്സ്ട്രാക്ട് നൗൺസ് എണ്ണാൻ പറ്റില്ല, അൺകൗണ്ടബിൾ നൗൺ ആണ്, സിംഗുലർ ഫോം മാത്രമേ ഇതിന് ഉള്ളൂ. മറക്കരുത് കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺസ് എപ്പോഴും എണ്ണാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നോളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത് നോക്കാം ടൈപ്സ് ഓഫ് നൗൺസ്. നൗണിന് പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നൗണിൻ്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓക്കെ, നൗണിൻ്റെ ടൈപ്പിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്, മെറ്റീരിയൽ നൗൺ ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളും, പ്രോപ്പർ നൗൺ ഉണ്ട്, അതുപോലെ തന്നെ കോമൺ നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്, മെറ്റീരിയൽ നൗൺ ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്. ഈ നൗണുകളിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു പേര് നമ്മൾ പറയില്ലേ, നമ്മളൊരു വ്യക്തിയുടെ പേര് പറയില്ലേ, അത് നമുക്ക് പറയാം പ്രോപ്പർ നൗൺ എന്ന് പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിയുടെ മാത്രം കേട്ടോ. പ്രോപ്പർ നൗണിൽ സ്ഥലത്തിന്റെ പേരുണ്ട്, വസ്തുക്കളുടെ, സ്ഥലത്തിന്റെ പേര്, വ്യക്തികളുടെ പേര്, അങ്ങനെയാണ് മെയിനായിട്ട്. കോമൺ നൗൺ ആണ് ഈ വസ്തുക്കളുടെ ഒക്കെ പേര് പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള അല്ലെ, ബുക്ക് എന്ന് പറയാം, സ്റ്റുഡൻറ് എന്ന് പറയാം, കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ. അത്ലീറ്റ്, സ്റ്റേറ്റ്, കൺട്രി, ബുക്ക്, പേപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പേപ്പർ അല്ല മറ്റേ എന്താ പറയാ, ഗാഡ്ജറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെ കോമൺ നൗൺ പെടുത്താം. അപ്പൊ ഗാഡ്ജറ്റ്സിൽ കൃത്യമായിട്ട് എടുത്ത് പറയുമ്പോഴാണ് നമ്മളുടെ ആപ്പിൾ ഐഫോൺ എന്നൊക്കെ പറയുന്ന പ്രോപ്പർ നൗൺ പെടും, പേര് കൊടുത്ത സാധനങ്ങളാണെങ്കിൽ.
അല്ലാതൊക്കെ ഉള്ളതാണല്ലോ, പ്ലൂറൽ ആയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. മനു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് പ്ലൂറൽ ഇല്ല, മനൂസ് അല്ലെങ്കിൽ സാനിയ എന്ന് പറയുന്നതൊക്കെ ഇല്ലല്ലോ. കേരള എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് പ്രോപ്പർ നൗൺ പറയാം. പിന്നെ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് കോമൺ നൗണാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അപ്പോൾ ഓർത്തോണേ, കളക്റ്റീവ് നൗൺ എന്താണ്? ഗ്രൂപ്പ് ഓഫ് കോമൺ നൗൺ. കോമൺ നൗണുകളുടെ കൂട്ടത്തിൽ നമുക്ക് എന്താ പറയാം? കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ക്ലാസ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് ക്ലാസ് എന്ന് പറയാം. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് ആണ് കേട്ടോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കളക്റ്റീവ് നൗൺ. യൂണിയൻ, മെമ്പേഴ്സിന്റെ കൂട്ടത്തിന് യൂണിയൻ എന്ന് പറയും. ആർമി, സോൾജേഴ്സിന്റെ കൂട്ടത്തിന്. പിന്നെ നമ്മൾ പറയും ഗവൺമെന്റ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഗവൺമെന്റ് പറയാം. ടീം, ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെയാണ് പറയാം. ഓക്കെ, അപ്പൊ കോമൺ നൗണുകളുടെ കൂട്ടത്തിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയാം. അടുത്താണ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ വസ്തു, എന്ത് വസ്തു ആണ് അല്ലെ, എന്ത് വസ്തു വെച്ചാൽ നിർമ്മിച്ചേക്കുന്നതൊക്കെ പറഞ്ഞ് ആ വസ്തു കൃത്യമായിട്ട് എടുത്ത് പറയുമ്പോൾ റോ മെറ്റീരിയൽ പറയാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ പറയാം. മെറ്റീരിയൽ നൗണിലാണ് എക്സാമ്പിൾ ഗോൾഡ്, കോപ്പർ, സിൽവർ, അല്ലെങ്കിൽ കോട്ടൺ, ഷുഗർ, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ അയൺ, പേപ്പർ എന്നൊക്കെ പറയില്ലേ, ക്ലോത്ത് ഒക്കെ പറയില്ലേ, അതെല്ലാം എന്തിപ്പെടുന്നതാണ്? കോഫി, ടീ, അതൊക്കെ മെറ്റീരിയലാണ്. റോ മെറ്റീരിയൽ എന്താ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നുള്ളത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുതകളാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ഇമോഷനാണ് അതിൽ പെടുന്ന സാധനമല്ലേ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം ഓണസ്റ്റി അല്ലെ, നീതി എന്നൊക്കെ പറയില്ല, ഓണസ്റ്റി. അല്ലെങ്കിൽ തെഫ്റ്റ്, കളവ്, പോവേർട്ടി പറയും, കൈൻഡ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഹാപ്പിനെസ്, സോറോ, സങ്കടം എന്നൊക്കെ പറയില്ലേ, ദാരിദ്ര്യം, സോറോ അങ്ങനെയൊക്കെ പറയില്ലേ. ഡ്രൗട്ട്, കാലാവസ്ഥയുടെ ഡ്രൗട്ട് എന്ന് പറയില്ലേ, അതായത് നമ്മുടെ വരൾച്ച പറയില്ല, അതൊക്കെ ഒരു അവസ്ഥയല്ല, അങ്ങനെയുള്ള കണ്ടീഷൻസ് പറയാൻ കേട്ടോ. അപ്പൊ അബ്സ്ട്രാക്ട് നൗൺസ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസിനെ കൃത്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കണ്ടീഷൻസ് പറയാൻ വേണ്ടി നമ്മൾ പറയും അതിന്, അല്ലെങ്കിൽ ഇമോഷൻസ് പറയാൻ വേണ്ടി ഉപയോഗിക്കും. ഇമോഷൻസ്, ഫീലിങ്സ്, നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ, നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളുണ്ട് അല്ലേ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയും. ഇനി ഞാനൊരു പോയിന്റ് പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ രണ്ട് മറ്റേ അബ്സ്ട്രാക്ട് നൗൺ അൺകൗണ്ടബിൾ നൗൺ, അതുപോലെ മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ പ്ലൂറൽ ഇല്ല, അത് രണ്ടും അൺകൗണ്ടബിൾ നൗൺ പെടും. ദേ ആർ അൺകൗണ്ടബിൾ. മെറ്റീരിയൽ നൗൺ അൺകൗണ്ടബിളാ, അബ്സ്ട്രാക്ട് നൗൺ അൺകൗണ്ടബിളാ. അതുകൊണ്ട് തന്നെ അവർക്ക് സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ, സിംഗുലർ ഓൺലി. ഓക്കെ, മെറ്റീരിയൽ നൗൺ ഗോൾഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗേഴ്സ് എന്നോ കോട്ടൺസ് എന്നോ നമ്മൾ പറയില്ല. നമ്മൾ ഷുഗർ എന്ന് പറയുന്നത്, കോട്ടൺ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിന് പ്ലൂറൽ ഇല്ല, ബിക്കോസ് അവർ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുക. റോ മെറ്റീരിയൽ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുക, അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കുക. മെറ്റീരിയൽ അല്ല, സോറി, അബ്സ്ട്രാക്ട് നൗണും അതുപോലെ തന്നെയാണ് അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ സിംഗുലർ മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അതാണ് ഈ പറയുന്ന നൗണുകളുടെ കാറ്റഗറിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക? നമ്മൾ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടി, അതായത് നമുക്ക് പ്ലൂറൽ സെൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ ഏതെങ്കിലും ഒരു അൺകൗണ്ടബിൾ നൗണിനെ ഞാൻ പ്ലൂറൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എററായി. അപ്പൊ സ്പോട്ട് ദ എറർ നമുക്ക് മനസ്സിലായി ഇവിടെ എററാണ്, എറർ പാർട്ടായി ഇതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. നൗണിന് നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഒന്ന് പറഞ്ഞു അതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാണ് നമ്മുടെ നൗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് നമ്മുടെ കോൺക്രീറ്റ് നൗണും അബ്സ്ട്രാക്ട് നൗണും. എന്നാൽ നൗണിനെ നമുക്ക് അല്ലാതെയും ഡിവൈഡ് ചെയ്യാം. എന്ത് ബേസിസിലാണ്? നമ്പറിന്റെ ബേസിസിൽ, എണ്ണത്തിന്റെ ബേസിസിൽ നൗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും. എണ്ണാൻ പറ്റുന്ന നൗണും എണ്ണാൻ പറ്റാത്ത നൗൺ. അപ്പോൾ ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് അല്ലെ. എണ്ണാൻ പറ്റുന്ന നൗണിനെ നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് വിളിക്കും, എണ്ണാൻ പറ്റാത്ത നൗണിനെ നമ്മൾ വിളിക്കും അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയും. അപ്പോൾ എണ്ണാൻ പറ്റുന്ന നൗൺ ആണെങ്കിലോ നമ്മൾ എക്സാമ്പിൾ എന്ത് പറയാം? എണ്ണാൻ പറ്റുന്ന നൗൺ ആണെങ്കിൽ നമുക്ക് പറയാം ലൈക്ക് ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, ബോട്ടിൽ ബോട്ടിൽസ് അല്ലെ, അങ്ങനെയൊക്കെ. ഫോൺ ഫോൺസ് അല്ലെ, പെൻസിൽ പെൻസിൽസ്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. എണ്ണാൻ പറ്റും, നമ്പേഴ്സിൽ നമ്മൾ പറയും അല്ലെ, ബേസ്ഡ് ഓൺ നമ്പർ ആണ് അവിടെ പറയും. എണ്ണാൻ പറ്റുന്നതാകുമ്പോൾ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അതിന് നോക്കുന്നത്. അതേസമയത്ത് എണ്ണാൻ പറ്റാത്തവയാണെങ്കിലോ അല്ലെ, എണ്ണാൻ പറ്റുന്നവയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്പർ വെച്ചിട്ട് നോക്കാം, എണ്ണങ്ങളാണ് പറയുന്നത് അല്ലെ. പക്ഷെ എണ്ണാൻ പറ്റാത്തയാണെങ്കിൽ അത് ക്വാണ്ടിറ്റി, അമൗണ്ട് വെച്ചിട്ട് പറയാം. ക്വാണ്ടിറ്റി, അളവ് അല്ലെ, അളവ് വെച്ചിട്ട് പറയാം ക്വാണ്ടിറ്റി കേട്ടോ, അല്ലെങ്കിൽ അമൗണ്ട് വെച്ചിട്ട് നമ്മൾ പറയും. അതാണ് ദാറ്റ് കനോട്ട് ബി കൗണ്ടഡ്, അതാണ് അൺകൗണ്ടബിൾ നൗൺ. എത്രത്തോളം സന്തോഷമുണ്ട് അല്ലെ, എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ, സന്തോഷം എത്ര എണ്ണം, ഹൗ മെനി ഹാപ്പിനെസ് ചോദിക്കില്ല, ഹൗ മച്ച് ഹാപ്പിനെസ്. എന്തുകൊണ്ടാ? അളവാണ് ഇവിടെ പറയുന്നത് അല്ലെ.
അതാണ് പ്രത്യേകത. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, മെനി ഹാപ്പിനെസ് എന്ന് പറയുന്നില്ലാത്ത പോലെ തന്നെയാണ് ഐ ഹാവ് മച്ച് ഹാപ്പിനെസ് എന്ന് പറയുള്ളൂ. നമ്മൾ അളവ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് അവിടെ മച്ച് എന്ന് ഉപയോഗിക്കാം. അതുപോലെ സോറോ, എത്രത്തോളം സങ്കടമുണ്ട് നിനക്ക് ഇതിനെപ്പറ്റി, അപ്പോൾ പറയും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് എണ്ണമല്ല പറയുന്നത്, ഒരുപാട്, അല്ലേ, മച്ച്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ എപ്പോഴും നമ്മൾ സിംഗുലർ സെൻസിലാണ് ഉപയോഗിക്കുക, സിംഗുലർ വേർബ് അതുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്നുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗൺസും മെറ്റീരിയൽ നൗൺസും എല്ലാം അൺകൗണ്ടബിൾ നൗൺ പെടും നമ്മൾ പറഞ്ഞായിരുന്നു. കൗണ്ടബിൾ സിംഗുലർ ഉണ്ട്, ഫോമുണ്ട്, പ്ലൂറൽ ഫോമുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് സിംഗുലർ ഫോമിന് ഇട്ട് കൊടുക്കുക, പ്ലൂറൽ ഫോം വരുമ്പോൾ പ്ലൂറൽ വേർബ് ഇട്ട് കൊടുക്കുക. അതാണ് നൗൺ ആൻഡ് നമ്പറിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. സിംഗുലറും പ്ലൂറലും ഒക്കെ നമുക്ക് പഠിക്കാം, പക്ഷെ ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യം ഈ പറയുന്ന നൗണുകളിൽ കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗണിൽ കൗണ്ടബിൾ നൗണിന് സിംഗുലർ ഫോം ഉണ്ട്, പ്ലൂറൽ ഫോം ഉണ്ട്. അതുകൊണ്ട് സിംഗുലർ വേർബും പ്ലൂറൽ വേർബും ഉപയോഗിക്കും. അൺകൗണ്ടബിൾ നൗണിന് സിംഗുലർ വേർബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ എന്ന് നോക്കുക. എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ അബ്സ്ട്രാക്ട് നൗൺസും അതുപോലെ തന്നെ മെറ്റീരിയൽ നൗൺസും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. സിംഗുലർ നൗൺസ്. കുറച്ച് സിംഗുലർ നൗൺ ഫോംസ് ഉണ്ട്. ആ കുറച്ച് സിംഗുലർ നൗൺ ഫോംസിനെ നമുക്ക് നോക്കാം. അത് ഏതൊക്കെയാണ് സിംഗുലർ നൗൺ ഫോംസ് എന്ന്. ചില വിഷയങ്ങളുടെ പേര്, സബ്ജക്റ്റുകളുടെ പേര്, ഗെയിംസിന്റെ പേര്, ഡിസീസസിന്റെ, രോഗങ്ങളുടെ പേര്, അതുപോലെ തന്നെ മൂവീസിന്റെയോ അല്ലെങ്കിൽ മൂവീസിന്റെ ടൈറ്റിൽസ്, അല്ലെങ്കിൽ സീരിയൽസിന്റെ ടൈറ്റിൽസ്, പ്രോഗ്രാംസിന്റെ ടൈറ്റിൽസ് ഒക്കെ വരുമ്പോൾ, അങ്ങനെയുള്ള ടൈറ്റിലുകൾ, ഓർഗനൈസേഷന്റെ ടൈറ്റിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സിംഗുലർ ഫോമാണ്. അത് സിംഗുലർ നൗൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ സിംഗുലർ ആയതുകൊണ്ട് അവരുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കും. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഇവർ സിംഗുലർ ആയതുകൊണ്ട് അവരുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ്. അതൊരു സബ്ജക്റ്റിന്റെ പേരാണ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റാണ്. ഫിസിക്സ്, ജെനറ്റിക്സ്, ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ സബ്ജക്റ്റാണ്. അതേസമയത്ത് ഗെയിംസിൽ പെടുന്നതാണ് ബില്ലിയഡ്സ്, ടെന്നീസ്, ഡാർട്സ്, ഡ്വാർട്സ്, ഡോമിനോസ് ഒക്കെ. ഡിസീസ് എടുക്കുകയാണെങ്കിൽ മീസിൽസ് ഉണ്ട്, മംസ് ഉണ്ട്, റിക്കറ്റ്സ് ഉണ്ട്, റാബീസ് ഉണ്ട്, അങ്ങനെ പല പല രോഗങ്ങളും ഉണ്ട്, അല്ലെ. അപ്പൊ രോഗങ്ങളുടെ പേര് പറയുമ്പോഴും, സ്പോർട്ടുകളുടെ, ഗെയിംസിന്റെ പേര് പറയുമ്പോഴും, അതുപോലെ ഡിസീസസിന്റെ പേര് പറയുമ്പോഴും, അതുപോലെ മൂവികളുടെ ഒക്കെ ടൈറ്റിൽ ഒക്കെ പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂസേജാണ്, അല്ലേ. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂസേജാണ് ഈ പറയുന്ന മറ്റേ നമ്മുടെ സിംഗുലർ ഫോം. സിംഗുലർ വെർബാട്ടോ, അത് എപ്പോഴും സിംഗുലർ ഫോമിൽ നമ്മൾ അതിനെ ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത്. എല്ലാ സിംഗുലറാണ് അത്, എല്ലാ സ്പോർട്സ്. ഇപ്പോൾ ടെന്നീസ് ഇസ് മൈ ഫേവറേറ്റ് ഗെയിം എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാം ഫിസിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയാം, അല്ലെ. ഫിസിക്സ് ഹാസ് ബീൻ മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഫിസിക്സ് ആണ് എനിക്ക് ഇത്ര കാലമായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ നമ്മൾ പറയാറുണ്ട് ലോർഡ് ഓഫ് ദി റിങ്സ് ഈസ് മൈ ഫേവറേറ്റ് മൂവി. എൻ്റെ ഫേവറേറ്റ് മൂവി ലോർഡ് ഓഫ് ദി റിങ്സ് ആണ് എന്ന് പറയാണ്. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് വാച്ച് എന്നൊക്കെ പറയുമ്പോൾ ആ മൂവിയെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള ഒരു ഐഡന്റിറ്റി അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, സാധിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റുകളുടെ പേര്, ഗെയിംസിന്റെ പേര്, ഡിസീസിന്റെ പേര്, ടൈറ്റിലിന്റെ പേരൊക്കെ വരുമ്പോൾ, ടൈറ്റിലിന്റെ പേരല്ല, മൂവീസിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ എല്ലാത്തിന്റെ ടൈറ്റിലൊക്കെ വരുമ്പോൾ സിംഗുലർ ഫോം ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എപ്പോഴും സിംഗുലർ വേർബ് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അവർ നൗൺ സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ് സിംഗുലർ ആയിരിക്കും വരുന്നത്. അതിന് സിംഗുലർ വേർബ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഓർത്തിരുന്നോണം. അടുത്താണ് പ്ലൂറൽ നൗൺ. അപ്പോൾ ഈ പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, അവരെ സിംഗുലർ ആയിട്ട് തോന്നിക്കുള്ളൂ, കണ്ടാൽ സിംഗുലർ ആയിട്ട് തോന്നിക്കുള്ളൂ. പക്ഷെ ലുക്ക് കൊണ്ട് സിംഗുലർ ഉള്ളൂ, വർക്ക് കൊണ്ടത് പ്ലൂറല. ലുക്ക് കൊണ്ട് സിംഗുലർ ഉള്ളൂ, വർക്ക് കൊണ്ട് പ്ലൂറല. ഇപ്പോൾ ചിൽഡ്രൻ എടുത്തേ, ചിൽഡ്രൻ്റെ കൂടെ ചിൽഡ്രൻസ് ഇട്ട് കൊടുക്കുക. പൊതുവെ നമ്മൾ വരുന്ന കുറച്ച് എറേഴ്സ് പരിചയപ്പെടുത്തണം. ചിൽഡ്രൻസ് ഇട്ട് കൊടുക്കും, ഓക്സൻസ് ഇട്ട് കൊടുക്കും, കാറ്റിലിന് കാറ്റിൽസ് ഇട്ട് കൊടുക്കും, വെർമിന് വെർമിൻസ് എന്നൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. എന്താ വെച്ചാൽ ഓൾറെഡി ഇവർ പ്ലൂറലാണ്, അപ്പൊ പിന്നെ അവരുടെ കൂടെ SES ഒന്നും ആവശ്യമില്ല. ഇത് പ്ലൂറൽ ഫോം തന്നെ, എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് പ്ലൂറൽ ഫോംസാണ്. ലൈക്ക് ഇപ്പൊ ചിൽഡ്രൻ, എന്തിന്റെ പ്ലൂറൽ ഫോം എന്താ? ചിൽഡ്രന്റെ സിംഗുലർ ഫോം എന്താ? ചിൽഡ്രന്റെ ചൈൽഡ് ആണല്ലേ, ചൈൽഡ് ആണ്. ഉണ്ട്, വേറെ ഫോം ഇല്ലാഞ്ഞിട്ടല്ലേ, വേറെ ഫോം ഉണ്ടെന്നേ. അപ്പൊ ചൈൽഡ് എടുത്തോ, ഉണ്ട് അല്ലെ. ഓക്സനോ, ഓക്സിന്റെ ഷോർട്ട് ഇതാണ്. പീപ്പിളോ, പേഴ്സൺ ആണ് സിംഗുലർ, പ്ലൂറലാണ് പീപ്പിൾ എന്നുള്ളത്. കാറ്റിൽ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോമാണ്. പോൾട്രി, നമ്മൾ മുട്ടയിടുന്ന ജീവികൾക്കാണ് പോൾട്രി എന്ന് പറയുക. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാര്. കവൽറി കുതിരപ്പട. ഇൻഫൻട്രി കാലാൾപ്പട, നടന്ന് യുദ്ധം ചെയ്യുന്നവർ. കുതിരപ്പട കുതിരപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവർ. പെസൻട്രി വർക്കേഴ്സ് ആണ്, പ്ലൂറലാണ്. പെസൻട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലൂറൽ വേർഡ്. പെസൻട്രി ഹാവ്, പെസൻട്രി വേർ, പെസൻട്രി ആർ എന്ന് പറയും.
അതുപോലെ പോലീസ് ആർ, പോലീസ് പ്ലൂറലാ, പോലീസസ് പോലീസ് എന്നോ കൊടുക്കില്ല. അതിനെ സിംഗിൾ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒന്നെങ്കിൽ പോലീസ് ഓഫീസർ എന്ന് കൊടുത്തോ, അല്ലെ പോലീസ് ഓഫീസർ കൊടുത്തു, അല്ലെ പോലീസ് മാൻ, പോലീസ് വുമൺ എന്ന് കൊടുക്കാം, അല്ലെ പോലീസ് മാൻ, പോലീസ് വുമൺ എന്നൊക്കെ കൊടുത്ത സെറ്റ്. ഓക്കെ. പിന്നെ ജെൻട്രി, പരിചയക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് ജെൻട്രി കേട്ടോ. അപ്പൊ പരിചയക്കാർ എന്ന അർത്ഥത്തില്ല, പ്ലൂറൽ ആയിട്ടേ പറയുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ സർക്കിളിലുള്ള ആൾക്കാർ, അതാണ് ജെൻട്രി. വെർമിൻ എന്ന് പറഞ്ഞാൽ പെസ്റ്റുകളാണ്, പെസ്റ്റുകൾ. നമ്മളതിന് പെസ്റ്റുകളിന് പറയുന്ന ഒരു പ്ലൂറൽ ഫോമാണ് വെർമിൻ എന്ന് പറയുന്നത്. വെർമിൻസ് എന്ന് ഇട്ട് കൊടുക്കരുത്, അത് തെറ്റുവേ. വെർമിൻ എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ഫോമാണ്. അതിന് വേണ്ടി വീണ്ടും വെർമിൻസ് എന്ന് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, പുറത്ത് വെച്ചോളാം. അതുപോലെ അടുത്താണ് നമ്മുടെ പ്ലൂറൽ ഫോം തന്നെ. അതുകൊണ്ട് അത് പ്ലൂറൽ ആയതുകൊണ്ട് അവയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബേ വരാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തോണം. ഇത് പ്ലൂറൽ ആയതുകൊണ്ട് എപ്പോഴും അവരുടെ പ്ലൂറൽ വെർബേ വരാനും പാടുള്ളൂ, അത് നിർബന്ധം. ഓക്കെ. അടുത്തത് പ്ലൂറൽ നൗൺ തന്നെയാണ്, പക്ഷേ ഈ നൗണിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവരുടെ പ്രത്യേകത എന്നറിയോ? ഇവരെപ്പോഴും പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക, എക്സിസ്റ്റ് ഇൻ പെയർസ്, ജോഡികളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച്, അല്ലെ, ജോഡികളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് നൗണുകളുണ്ട്. അവയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കൂടെ നമുക്ക് ഇവിടെ പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇവരുടെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? പ്ലൂറൽ വെർബ് ഇട്ട് കൊടുക്കുകയും വേണം. പ്ലൂറൽ വെർബും ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ. ഷൂസ് കണ്ടോ, ചില ഡ്രസ്സുകൾ പെയറായിട്ട് നിൽക്കുന്ന ഷൂസ്, സോക്സ്, ജീൻസ് അല്ലെ പാൻസ്, ട്രൗസേഴ്സ്, പൈജാമാസ്, ഷോർട്സ്, ബ്രീച്ചസ് ഒക്കെ പ്ലൂറൽ നൗണുകളാണ്. ഇപ്പൊ ടൂൾസിന്റെ കാര്യം തന്നെ എക്സ്ട്രാ എടുക്കുവാണെങ്കിൽ നമ്മൾ സിസേഴ്സ്, ബൈനോക്കുലേഴ്സ്, അല്ലെ, ഇൻസ്ട്രുമെന്റ്സോ ടൂൾസോ ഒക്കെ എടുത്തു. ബൈനോക്കുലേഴ്സ്, സിസേഴ്സ്, ടോങ്സ്, ക്ലിപ്പേഴ്സ്, സ്പെക്ടിക്കിൾസ്, ഗ്ലാസ് സ്പെക്ടിക്കിൾസ് ആണ്, കണ്ണട, അല്ലെ, അല്ലെങ്കിൽ ഡിവൈഡേഴ്സ്. ഡിവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ഡിവൈഡേഴ്സും അതെ, അതുപോലെ തന്നെ നമ്മുടെ റോഡിൽ വെച്ചേക്കുന്ന ഡിവൈഡേഴ്സും അതെ. അതിൽ കോമ്പസസ് ഇല്ലേ, നമ്മൾ പറയുന്ന കോമ്പസസ്, നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള കോമ്പസ്, അല്ലാതെ മറ്റേ ഇതല്ല കേട്ടോ, നമ്മുടെ ദിശ നോക്കുന്ന കോമ്പസ് അല്ല, അല്ലാതെ അത് കോമ്പസ് ആണ്, സിംഗുലർ ആണ്. പക്ഷെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ളത് കോമ്പസസ് തന്നെയാണ്, അത് പ്ലൂറലാണ്. പിന്നെ ഗോഗിൾസ്, രണ്ട് കണ്ണിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, എന്തിനു വേണ്ടിയിട്ട്? നീന്താനൊക്കെ ഉപയോഗിക്കില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ, പ്ലൂറൽ ഫോം ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. മൈ എക്സാമ്പിൾ കാണിച്ചത് നോക്കിയേ. My jeans is loose. പറയോ? യൂസിന് കറക്റ്റ് ആണോ? അല്ല, my jeans are loose. Where was your scissors yesterday? ഇന്നലെ നിന്റെ സിസേഴ്സ് എവിടെയായിരുന്നു? കറക്റ്റ് ആണോ? അല്ല, പ്ലൂറലാ. എന്ത് കൊടുക്കണം? സിസേഴ്സ് അല്ലേ സബ്ജക്റ്റ്, വേറെ നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ വേർഡാണ്, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ വാസ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോഴോ അവിടെ തെറ്റാ, സിംഗുലർ അല്ല സിസേഴ്സ്, പ്ലൂറലാ. വെർ വേർ യുവർ സിസേഴ്സ്? വെർ വേർ യുവർ സ്പെക്ടിക്കിൾസ് യെസ്റ്റർഡേ? ഇന്നലെ നിന്റെ കണ്ണട എവിടെയായിരുന്നു? ഇന്നലെ നിന്റെ സിസേഴ്സ് എവിടെയായിരുന്നു? രണ്ട് കാലുള്ളവയാ അതൊക്കെ, അല്ലേ? ഈ ഡിവൈഡേഴ്സും സിസേഴ്സും ഒക്കെ ആലോചിച്ച് നോക്കി, രണ്ട് കാലുള്ളവയാ. അപ്പൊ എപ്പോഴും അവർ സിംഗുലർ അല്ല, പ്ലൂറൽ അവര്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറലായിരിക്കണം, അല്ലെ? അവരെപ്പോഴും പ്ലൂറൽ ആയതുകൊണ്ട് അവരുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറലായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ്. ഓക്കെ ആണേ, അത് ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് വെൽ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നോക്കി, ആംസ്, സറൗണ്ടിങ്സ്, റിമെയിൻസ്, സേവിങ്സ്, സ്റ്റഡീസ്, ബിലോങ്ങിങ്സ്, ഔട്ട്സ്കേർട്സ്, പ്രൊസീഡിങ്സ്, റിച്ചസ് ഒക്കെ കേട്ടോ. അപ്പം ഈ ആംസ് എന്ന് പറയുന്ന യൂസേജ് കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയില്ലേ ഭിക്ഷ, അതിനെയാണ് ആംസ് എന്ന് പറയുന്നത്, ഭിക്ഷ. ഇവരൊക്കെ പ്ലൂറൽ സെൻസിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവരുടെ പ്ലൂറൽ വെർബേ കൊടുക്കുള്ളൂ, പ്ലൂറൽ വെർബ് മാത്രം ഇവയുടെ കൂടെ. സറൗണ്ടിങ്സ്, പരിസരം എന്ന് പറയും, നമ്മുടെ പരിസരം ഇല്ലേ, സറൗണ്ടിങ്സ്. അതിനൊരു വേറെ നൗണുണ്ട്, നമ്മൾ പറയുന്ന നൗൺ സറൗണ്ടിങ്സ്, പരിസരം, പ്രിമൈസസ്, അല്ലെ, പ്രിമൈസസ്. റിമെയിൻസ്, അവശിഷ്ടങ്ങൾ. സേവിങ്സ് പ്ലൂറൽ നൗണാണ്. നമ്മുടെ ഇൻകം നമ്മൾ കൂട്ടായിട്ട് വെച്ചത് അതിനാണ് സേവിങ്സ്. സ്റ്റഡീസ്, പഠനത്തിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങളെല്ലാം കൂടിയാണ്. ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സാധനങ്ങളെല്ലാം. ഔട്ട്സ്കേർട്സ്, ബോർഡർ ഏരിയാസിനെയാണ് ഔട്ട്സ്കേർട്സ് പറയാം. പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻകം, നമ്മുടെ വരവ്, അതിനാണ് ഇൻകമിനെയാണ് നമ്മൾ പറയുക പ്രൊസീഡ്സ് എന്ന് പറയാം.
പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളാണ്. നമ്മുടെ ഓർഡറിൽ കോർട്ടിലൊക്കെ കുറച്ച് പ്രൊസീഡിങ്സ് ഉണ്ട്, നടപടിക്രമങ്ങൾ, ഓർഡേഴ്സ് ഉണ്ടെന്ന് പറയില്ല, അത്. റിച്ചസ് എന്ന് പറഞ്ഞാൽ വെൽത്ത്. റിച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്വത്ത് വകകൾ എന്ന് പറയും. അപ്പോൾ വെൽത്ത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ കാണിച്ചു തരാം. റിച്ചസ് ഹാസ് വിങ്സ്. കറക്റ്റ് ആണോ ഇത്? ചില സമയത്ത് എക്സാമിന് നമ്മളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, the company premises is on CCTV surveillance. എന്തെങ്കിലും എറർ ഉണ്ടോ ഈ സെൻറ്റൻസുകൾക്ക് രണ്ടിടത്തും? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും എറർ ഉണ്ടോ? നോർമൽ കേസിൽ ഈ സെൻറ്റൻസുകൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് ചൂടാണ്, ഭയങ്കര കാലാവസ്ഥ ഭയങ്കര ചൂടാണ് അല്ലേ, നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ കമ്പനി പ്രിമൈസ്, കമ്പനിയുടെ പരിസര ഭാഗങ്ങൾ. അപ്പോൾ ഈസ് കൊടുക്കാൻ പറ്റില്ല, അവിടെ ആറാണ്. ഓക്കെ, നിർബന്ധമായിട്ടും പ്ലൂറൽ വെർബ് കൊടുക്കണം. പ്രിമൈസസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നോക്കണം, നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ വെർബ് കൊടുക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രിമൈസസ് ആണ്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് കൊടുക്കണം? അതിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് പ്ലൂറൽ കൊടുക്കണം. റിച്ചസ് പ്ലൂറലാണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗണാണ്. ആ റിച്ചസിനോട് നമുക്കൊരു ഹാസ് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ എന്ത് കൊടുക്കണം? റിച്ചസ് ഹാവ് വിങ്സ് എന്ന് കൊടുക്കണം. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി കളക്റ്റീവ് നോണിലോട്ടാണ് പോകുന്നത്. കളക്റ്റീവ് നോൺ. ഈ കളക്റ്റീവ് നോണിന്റെ പ്രത്യേകത വെച്ചാൽ കളക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോമൺ നൗണിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് വിളിക്കാം. അപ്പം നൗണിന്റെ ഭാഗത്ത് നമുക്ക് എറർ വരുന്നത് കുറച്ച് കോമൺ ആയിട്ടൊരു യൂസിൽ പറഞ്ഞുതരാം. കളക്റ്റീവ് നൗണുകൾ നമുക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. കളക്റ്റീവ് നൗൺ നമുക്ക് സിംഗുലർ ആയിട്ട് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നോക്കണേ. ഈ കളക്റ്റീവ് നൗൺസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ ഞാനത്. used as singular form and plural form. അപ്പോൾ എപ്പോഴാണ് സിംഗുലർ ഫോം ആവുന്നത്? സിംഗുലർ ഫോം എപ്പോഴാണ് വന്നത്? അവരൊറ്റ യൂണിറ്റ് ആയിട്ട് പറയുമ്പോൾ. എപ്പോഴാ? 1 യൂണിറ്റ് ആയിട്ട് ഇവരെ പറയുകയാണെങ്കിൽ നമുക്കതിനെ സിംഗുലർ ഫോം ആണെന്ന് പറയാം. ഓക്കെ, എന്നാൽ ഒരു യൂണിറ്റ് അല്ലാതെ ഡിഫറെൻറ്റ് മെമ്പേഴ്സായിട്ട്, ഡിഫറെൻറ്റ് വ്യക്തികളോ ഡിഫറെൻറ്റ് പാർട്ടായിട്ടോ ഡിഫറെൻറ്റ് മെമ്പേഴ്സായിട്ട്, ആ ഗ്രൂപ്പിനെ, ഒരു ഒറ്റ ഗ്രൂപ്പിന് ഡിഫറെൻറ്റ് മെമ്പേഴ്സായിട്ടോ ഡിഫറെൻറ്റ് ആൾക്കാരായിട്ട്, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അങ്ങനെ പറയാം. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട്, നമ്മൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് അങ്ങനെ പറയാം. ഒരു ഗ്രൂപ്പ് അല്ലാതെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ അതിനെ കൂട്ടാന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മളെ കൂട്ടുവാണെങ്കിൽ അവർ പ്ലൂറൽ ഫോമാണ്. ഒരിക്കലും ഇവിടെ സിംഗുലർ ഫോം ആവുന്ന എപ്പോഴാണ്? ഒറ്റ യൂണിറ്റ് ആയിട്ട് അവരെ പറയുകയാണെങ്കിൽ അത് സിംഗുലർ ഫോമും, അല്ലെങ്കിൽ അവരെ പ്ലൂറൽ ഫോം ആവുന്ന സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് അവരെ പറയുമ്പോഴാണ്.
ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് അവരെ പറഞ്ഞ പ്ലൂറൽ ഫോമാണ്. അല്ല സിംഗുലർ ഫോം ആകുമ്പോൾ ഒറ്റ യൂണിറ്റാണ്. അപ്പോൾ ഒറ്റ യൂണിറ്റ് ആവുന്ന ഏതൊക്കെ കേസിലാണെന്നറിയോ? അവർ തമ്മിൽ യൂണിറ്റ് ഉള്ളപ്പോൾ, ഒരു ഇതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഉള്ളപ്പോൾ, അവർ തമ്മിൽ യൂണിറ്റ് ഉണ്ട്, അപ്പോഴാണ് അവർ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയാം. ഇനി അവരെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആവുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ ഫൈറ്റ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഷൻ ഉള്ളപ്പോൾ. ഒന്നെങ്കിൽ വഴക്ക്, ഫൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിഷൻ, എന്തെങ്കിലും വഴക്കോ വക്കാണോ ഒക്കെ ആയിട്ട് ഡിവിഷൻ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് സെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വഴക്കോ വക്കാണോ എന്തെങ്കിലും നെഗറ്റീവ് സെൻസ് വരും. യൂണിറ്റ് ഉള്ളപ്പോഴും പോസിറ്റീവ് സെൻസിൽ പറയുമ്പോൾ നമ്മൾ അതിനെ, അല്ല എന്തെങ്കിലും പോസിറ്റീവ് കാര്യം പറയാൻ വേണ്ടി പോസിറ്റീവ് സെൻസിൽ പറയുമ്പോഴും യൂണിറ്റ് ഉള്ളപ്പോഴും നമ്മൾ എപ്പോഴും എന്ത് പറയും? ഒറ്റ യൂണിറ്റ് ആയിട്ട് അവരെ കൂട്ടാം. പോസിറ്റീവ് സെൻസ് പറയുമ്പോഴും ഒറ്റ ഇതായിട്ടാണ് പറയുക. അതുപോലെ യൂണിറ്റ് ഉള്ളപ്പോൾ, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആവുന്ന ഫൈറ്റോ ഡിവിഷൻ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസ് പറയുമ്പോൾ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിയോ. The team is strong and performs tonight. The team is strong and performs tonight. ടീം സ്ട്രോങ് ആണ്, ഇന്ന് പെർഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒറ്റ ആയിട്ടാണ്, സിംഗിൾ ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇവർ ഒറ്റ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, യൂണിറ്റി അല്ലേ. അപ്പോൾ യൂണിറ്റി ഇവിടെ ഉണ്ട്, സിംഗിളർ ആയിട്ടൊരു കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്, ഒറ്റ ടീമാണ്. അതേ സമയത്ത് നമ്മൾ പറയണം the team are fighting for fame and money. ചില ബാൻഡുകളൊക്കെ ഡിസ്ബാൻഡ് ചെയ്തു പോകില്ലേ അല്ലേ? ചില ഓർക്കസ്ട്ര അല്ലെങ്കിൽ ബാൻഡുകളൊക്കെ, മ്യൂസിക് ബാൻഡിനല്ലേ മ്യൂസിക് ബാൻഡ് ഓർക്കസ്ട്ര പറയില്ലേ? ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിന് ബാൻഡ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഓർക്കസ്ട്ര. അവരൊക്കെ ഡിസ്ബാൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവർ തമ്മിൽ വഴക്കിട്ട് പിരിയുമ്പോഴല്ലേ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളപ്പോഴല്ലേ, അവരും എതിർപ്പുള്ളപ്പോഴല്ലേ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒക്കെ ഉള്ളപ്പോഴല്ലേ. അപ്പോൾ അതാണ് ദ ടീം ആർ ഫൈറ്റിംഗ്. അവിടെ കൊടുത്തേക്കുന്നുണ്ട് പ്ലൂറൽ സെൻസിലാണ്. അപ്പോൾ അവർ തമ്മിൽ ഡിവൈഡഡ് അല്ലേ, ദേ ആർ ഫൈറ്റിംഗ് എന്ന് പറയണം. ഡിവിഷൻ വന്നിട്ടുണ്ട്. വേറെ എക്സാം കാണിച്ചു തരാം കേട്ടോ. The board is announcing the result. ബോർഡ് റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. റിസൾട്ട് എല്ലാവരും കൂടെ ഏകമായിട്ട് യുനാനിമസ് ആയിട്ടാണ് അല്ലേ. ദ ബോർഡ് ഈസ് അനൗൺസിങ് എന്ന് പറയും അല്ലേ, സിംഗുലർ ആയിട്ടാണ്. ഓർ അങ്ങനെ കൊടുക്കണ്ട, നമുക്ക് വേറെ വെർബ് കൊടുക്കാം, അനൗൺസസ് കൊടുക്കാം. ദ ബോർഡ് അനൗൺസസ് ദി റിസൾട്ട്. ബോർഡാണ് അനൗൺസ് ചെയ്യുന്നത്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ബോർഡ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന്റെ കൂട്ടത്തിനാണ് ബോർഡ് എന്ന് പറയാം അല്ലേ. അപ്പം അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കൊടുത്തു. കാര്യം എന്തുകൊണ്ട്? അവർ തമ്മിൽ ഒരുമിച്ച് ഒരു റിസൾട്ട് പറയുന്നുണ്ട്, ഒരു റിസൾട്ട് പറയും, അതുകൊണ്ട്. അതേസമയത്ത് ഞാൻ കൊടുക്കണം ദ ബോർഡ് ഇസ് or have different opinion on the matter. The board have different opinions on the matter. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ബോർഡിന് ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ്. അവർക്ക് ഒരു, അതായത് ബോർഡിലെ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഹാവ് ആണ്. അവിടെ ഹാവ് കൊടുക്കാൻ കാരണം എന്താ? ബോർഡിലെ മെമ്പേഴ്സ് എല്ലാവരും പലരായിട്ട് ഡിവൈഡ് ചെയ്തു, അവർക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ആണ്. അവിടെ ഓൾറെഡി ക്ലൂ കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനവിടെ ഹാവ് കൊടുത്തു. അപ്പോൾ ഡിവിഷൻ വന്നാലും ഫൈറ്റ് വന്നാലും, ഒന്ന് ഫൈറ്റ് വന്നു, ഡിവിഷൻ വരുന്നു, അവരുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു, ഡിവിഷൻ വന്നുമല്ലോ, ഓഫ് കോഴ്സ് ഡിഫറൻസ് വന്നു അവർ തമ്മിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലൂറൽ സെൻസിൽ കൊടുക്കാം. അല്ലാതെ നമ്മൾ ഉപയോഗിക്കണം ഒറ്റ കാര്യത്തിൽ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഒറ്റ കെട്ടാണ്, 1 യൂണിറ്റ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. അത് മറക്കണ്ട. ഇത് എക്സാമ്പിൾ ആണ്. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള കാരണം ഇത് ചോദിച്ചിട്ടുണ്ട് പലവട്ടവും കളക്ട് നൗൺസ് എന്ന് കേട്ടോ. നോക്കാം. അതേപോലെ നമുക്ക് കുറച്ച് എക്സാമ്പിളോട് നോക്കാം. ഒറ്റ യൂണിറ്റ് ആയിട്ട്, ഒരു ഹോൾ യൂണിറ്റ് ആയിട്ട്, അൺഡിവൈഡഡ് ഹോൾ ആയിട്ട് ഇവരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അവർ സിംഗുലർ സെൻസിലാണ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സിംഗുലർ സെൻസിലാണ് ഉപയോഗിക്കാം. നോക്കി, സിംഗുലർ ഫോമാണ്.
ഓക്കെ. ആ സമയത്ത് ഇവരെ നമ്മൾ ഇൻഡിവിജ്വൽസ് ഓഫ് ഇതായിട്ട് ഉപയോഗിക്കുന്നപ്പോഴാണ് ഡിവൈഡഡ് ആയിരിക്കുമ്പോൾ അവർ തമ്മിൽ അല്ലെ, ഏതെങ്കിലും ഡിവിഷൻ ഉള്ള സമയത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ട് വന്നു അപ്പോൾ പ്ലൂറൽ സെൻസിൽ നമ്മൾ അവർ ഉപയോഗിക്കും. ഓക്കെ. എക്സാമ്പിൾ ദ ക്രൂ ഇസ് റെഡി. ക്രൂ റെഡിയാണ്. ക്രൂ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സിനെ ക്രൂ എന്ന് പറയാം. സെയിലേഴ്സ് റെഡിയാണ് അല്ലെ, അവർ ക്രൂ റെഡിയാണ് അല്ലെ, ഒറ്റ ടീമാണ്. ദ ക്രൂ ആർ റെസ്പോൺസിബിൾ ഫോർ ദ മിസ് ആപ്പ്. ഈ പ്രശ്നം മിസ്സാപ്പ് എന്ന് പറഞ്ഞാൽ മിസ് ഹാപ്പനിങ്, മിസ്സാപ്പ് എന്ന് പറഞ്ഞാൽ മിസ് ഹാപ്പനിങ്. ഈ മിസ് ഹാപ്പനിങ്ങിന്റെ ട്രാജഡി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒരു കാര്യമാണ്, കാറ്റസ്ട്രോഫി അല്ലെ, ഒരു കലാമിറ്റി, അതിനാണ് നമ്മൾ മിസ്സാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മിസ്സാപ്പിന്റെ കാരണം ഈ മിസ് ഹാപ്പനിങ്ങിന്, ട്രാജഡിയുടെ, കലാമിറ്റിയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മൽഫങ്ഷൻ, ആ ഒരു പ്രശ്നത്തിന്റെ കാരണം ആരാ? ക്രൂ ആണ്. അപ്പൊ ക്രൂ ആറാണ് അവിടെ കൊടുത്തു. എന്തുകൊണ്ട് ഞാൻ അവിടെ ക്രൂ 6 കൊടുത്തു? അവിടെ അവരൊരു നെഗറ്റീവ് കാര്യം നടന്നു. മിസ്സാപ്പ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് കാര്യം നടന്നു. അപ്പൊ ഞാൻ അവിടെ പ്ലൂറൽ സെൻസിൽ അവരെ കൊടുത്തു. ഓക്കെ. ആ സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല, അവർ ഗ്രൂപ്പായിട്ട് ഒരുമിച്ചാണ് യുണൈറ്റഡ് ആണെങ്കിൽ ഇവിടെ ഈ സിംഗുലർ ഫോമേ കൊടുക്കുള്ളൂ. അതേപോലെ എന്തൊക്കെ, ദ ഓഡിയൻസ് വാസ് സോ ഹാപ്പി. ഓഡിയൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയണം. ഓഡിയൻസ് ഒരുമിച്ച് എല്ലാവരും ആ പെർഫോമൻസ് കൊണ്ട് ഹാപ്പി എന്ന് പറയുമ്പോൾ അത് സിംഗുലർ. ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, ശ്രോതാക്കളും അല്ലെ കാണികളും ഒരുമിച്ചിരിക്കുന്നത്, അതിനാണ് ഓഡിയൻസ് പറയാം. ഗ്രൂപ്പ് ഓഫ് അല്ലെ ഇത് ആൾക്കാർ, ആസ്വാദകരെയാണ് വിളിക്കുന്നത്. പിന്നെയോ, ദ ഓഡിയൻസ് ആർ റിക്വസ്റ്റഡ് ടു ലീവ് ദ ഹോൾ ത്രൂ നിയറസ്റ്റ് എക്സിറ്റ്സ്. ഓക്കെ. ഓഡിയൻസ് ആർ റിക്വസ്റ്റഡ്. എന്തുകൊണ്ട് 6 കൊടുത്തേ? നിയറസ്റ്റ് എക്സിറ്റുകളിലൂടെയാണ്. അത് എൻ്റെ അടുത്തുള്ള എക്സിറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ അടുത്തൂടെ പോകുന്നത്, ഡിഫറെന്റ് എക്സിറ്റ് ആയിരിക്കും. അപ്പൊ അത് ഡിവിഷൻ വന്നു. ഇവിടെ ഒരു ഡിവിഷൻ വന്നു. എനിക്ക് കൊടുക്കുന്ന അതേ എക്സിറ്റിലൂടെ ആയിരിക്കില്ല നിങ്ങൾ പോകുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് സെൻസിൽ അല്ല, നെഗറ്റീവ് അല്ല, ഡിവൈഡഡ് ആയി. അതായത് നമ്മളൊരു ഹോളിൽ ഇരിക്കുമ്പോൾ ജാലിയൻ വാലാബാഗിൽ പോലെ ഒറ്റ ഹോളിലൂടെ എല്ലാവരും നടക്കണം എന്നല്ലോ. ഞാൻ പോകുന്ന ഇപ്പൊ ഈ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്, ഈ സൈഡിലൂടെ എക്സിറ്റിലൂടെ പോകും. എന്നാൽ മുമ്പ് ഇരിക്കുന്ന ഒരാൾ ഫ്രണ്ടിലെ എക്സിറ്റിലൂടെ പോകും, ഫ്രണ്ടിലെ റൈറ്റിലൂടെ പോകും, ഫ്രണ്ടിലെ ലെഫ്റ്റിലായിരിക്കുന്നെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റിലൂടെ പോകും, ചില ആൾക്കാർ സെൻറ്റർ എക്സിറ്റിലൂടെ പോകും. അങ്ങനെ 4-5 എക്സിറ്റ് ഉണ്ടാവില്ല ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ ഹോളിലൂടെ പോകുമ്പോൾ നമ്മൾ ആ ഹോളിന്റെ ഏറ്റവും അടുത്ത്, നമ്മുടെ അടുത്തിരിക്കുന്ന എക്സിറ്റിലൂടെ നമ്മൾ പോകും. തിരക്കുണ്ടാവാതിരിക്കാൻ പല ലൈനുകളായിട്ട് തരം തിരിഞ്ഞ് പോകില്ലേ. അപ്പോൾ അവിടെ ഡിവിഷൻ വന്നില്ലേ. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയില്ലേ. ഇൻഡിവിജ്വൽ അപ്പോൾ പ്ലൂറൽ സെൻസ് കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് വെക്കൂ. ഇങ്ങനെയാണ് നമ്മൾ കളക്ട് നൗണിനെ സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ പരമാവധി നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോവാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിന് പ്ലൂറൽ സെൻസിലോട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, എന്താ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നൗൺ കോമ്പൗണ്ടുകളാണ്. നൗൺ കോമ്പൗണ്ടാണ്. അപ്പോൾ നൗൺ കോമ്പൗണ്ട് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യമോട് ഞാൻ ഓർമ്മപ്പെടുത്താവേ. വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇത് സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള കാര്യം അതൊന്നും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. ആ ഒരു പോയിന്റ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയും ഇല്ലേ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒക്കെ പറയും. അത് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഈ സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. സബ്ജക്റ്റ് ആയിട്ടല്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിചാരിച്ചു. സബ്ജക്റ്റ് അല്ലാതായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സിംഗുലർ അല്ല, പ്ലൂറൽ ഫോമാണ്. സബ്ജക്റ്റ് അല്ലാതെ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ഫോമാണ്. അതായത് when mathematics അല്ലെങ്കിൽ ജെനറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, എത്തിക്സ്, എക്സെട്ര, ഇങ്ങനെയുള്ള എക്സെട്ര കാര്യങ്ങൾ ഹാസ് a determiner ഇവയ്ക്കൊക്കെ മുമ്പിൽ ബിഫോർ ദം, ഇവരുടെ മുമ്പിൽ ഒരു ഡിറ്റർമിനർ ഉണ്ടെന്ന് വിചാരിക്കാം. they are not used in singular form. അപ്പോൾ അവരെ ഓർക്കണം, അവരെ ദേ ആർ യൂസ്ഡ്, നോട്ട് യൂസ്ഡ് ഇൻ സിംഗുലർ ഫോം, അല്ലെങ്കിൽ അതിനെ എന്ത് പറയും, ദേ ആർ യൂസ്ഡ് ഇൻ സിംഗുലർ ഫോം എന്ന് നോക്കാം. ദേ ആർ യൂസ്ഡ് ഇൻ പ്ലൂറൽ ഫോം. അങ്ങനെ വരുമ്പോൾ അവരെ പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കുക. ഞാനവിടെ ഡിവൈഡ് ചെയ്യും, കട്ട് ചെയ്യും, അതിനെ പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കും. നോട്ട്
സബ്ജക്ട്സ് ആയിട്ടല്ല അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, മാത്തമാറ്റിക്സ്, ജനറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആയിട്ട് മാത്രമല്ല. എത്തിക്സ് ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് മാത്രം, പൊളിറ്റിക്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതായിട്ട് മാത്രമല്ല ഉപയോഗിക്കുക, സബ്ജക്റ്റ് അല്ലാതെ ഒക്കെ വേറെ കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം. അവരെ പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാം അല്ലേ, പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കാം. പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് അവരെ പ്ലൂറൽ ഫോമിൽ വയ്ക്കുന്നത്? അവരുടെ മുൻപിൽ ഒരു ഡിറ്റർമിനർ, ഡിറ്റർമിനർ ബിഫോർ ദം, ഇവരുടെ മുമ്പിൽ ഒരു ഡിറ്റർമിനർ ഇട്ട് കൊടുക്കുമ്പോൾ. എക്സാമ്പിൾ കാണിച്ചു തരണോ? നോക്കിക്കോ. ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ ഏത് പൊസസീവ്സ് ആകാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആകാം, ഏതും ആകാം കേട്ടോ. നോക്കിയോ, എക്സാമ്പിൾ പറയാം. his, like their politics, has always ruined our friendship. Their politics has always ruined our friendship. അവിടെ പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റിയല്ല പറയുന്നത്, അവിടെ എന്തിനെ പറ്റി പറയുന്നത്? പൊളിറ്റിക്സ് ആസ് ആൻ ഐഡിയോളജി. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഐഡിയോളജി ഇല്ലേ, പൊളിറ്റിക്കൽ ഐഡിയോളജി. അപ്പോൾ അവരുടെ ഐഡിയോളജീസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എപ്പോഴും ഫ്രണ്ട്ഷിപ്പിനെ റൂയിൻ ചെയ്തു. എന്നാൽ ഹാസ് ഓൾവേസ് റൂയിൻഡ് അവർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഹാസ് അല്ല ഹാവ് കേട്ടോ. കാര്യം അവിടെ ഞാൻ ഓർത്തു വെച്ചോളൂ, ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് മുമ്പിൽ? ദെയർ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനർ, പൊസസീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം അവിടെ അത് സബ്ജക്റ്റ് ആയിട്ട്, പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിച്ചേക്കുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് നോക്കാം, അടുത്ത് പറയാം. The economics of the nation is showing an uptick. ഇപ്പോൾ ഒരു അപ്റ്റിക്ക് കാണിക്കുന്നുണ്ട്. ദ ഇക്കണോമിക്സ് ഓഫ് ദ നേഷൻ ഇസ് ഷോയിങ് ആൻ അപ്റ്റിക് നൗ. ഇക്കണോമിക്സ് ഓഫ് ദ നേഷൻ എന്ന് പറയുമ്പോൾ അതെന്ത് ഉപയോഗിക്കുന്നത്? ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് അല്ല, ഇക്കണോമിക് കണ്ടീഷൻസ് അല്ലെ, ഫിനാൻഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ അവിടെ പ്ലൂറൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കണ്ടീഷൻസിനെ അല്ലേ നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറയാം. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് പ്ലൂറൽ സെൻസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈസ് എന്ന് കൊടുക്കാൻ പറ്റില്ല. are showing, the economics of the nation are showing an uptick now. അപ്പോൾ അവിടെ the എന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. the economics of the nation അല്ലേ. നമ്മൾ പറയണേ നോക്കിയേ, his അല്ല my brothers, എൻ്റെ ബ്രദറിൻ്റെ mathematics is usually correct. എൻ്റെ ബ്രദറിൻ്റെ മാത്തമാറ്റിക്സ് യൂഷ്വലി കറക്റ്റ് ആവാറുണ്ട്. അവിടെ മാത്തമാറ്റിക്സ് എൻ്റെ ബ്രദറിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ പൊസഷൻ ഉണ്ട് കേട്ടോ. ഡിറ്റർമിനർ കൊടുക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ പൊസഷൻ അല്ലേ, പൊസസീവ് അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ പൊസഷൻ ഒരിക്കലും സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഒരു പൊസഷൻ കൊടുക്കില്ല, ഓണർഷിപ്പ് കൊടുക്കില്ല. നമുക്ക് എന്ത് പറയാം? ഞാനിവിടെ ഒരു ഇത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ വീഡിയോ അങ്ങ് മാറ്റാവേ, ഇത് കാണാൻ വേണ്ടിയിട്ട്, കുറച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മാത്തമാറ്റിക്സ് ഇസ് യൂഷ്വലി കറക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നോക്കണേ, ഈസ് എന്ന് പറയുന്നത് തെറ്റാ, ആർ എന്ന് കൊടുക്കണം. എൻ്റെ ബ്രദറിൻ്റെ കാൽക്കുലേഷൻസ് എന്ന് പറയും കേട്ടോ. കാൽക്കുലേഷൻസ് അതിൻ്റെ അർത്ഥം എന്താ? കണക്കൂട്ടൽ, കാൽക്കുലേഷൻസ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം.
ഓക്കെ, എൻ്റെ ബ്രദറിൻ്റെ മാത്തമാറ്റിക്സ് ആർ യൂഷ്വലി കറക്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാൻ കാരണം എന്താ, അവിടെ തെറ്റാണ്, 6 ഇട്ട് കൊടുത്തു. കാരണം ഈ സാധനം ഈസ് എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ല, ഇവിടെ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് അല്ല, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് അല്ല. നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക സബ്ജക്റ്റ് അല്ല എന്നുള്ളത്? കാരണം മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ജെനറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ലിംഗ്വിസ്റ്റിക്സോ എത്തിക്സോ അങ്ങനെയുള്ളതൊക്കെ, ഇക്കണോമിക്സ് പൊളിറ്റിക്സ് അല്ലേ, ഇത് എല്ലാത്തിനും കൂടെ നമ്മൾ അതിന് തൊട്ട് മുമ്പിൽ ഒരു ഡിറ്റർമിനർ ഇട്ട് കൊടുത്താൽ, ഡിറ്റർമിനർ എന്നാൽ പൊസസീവ് വരും, ഡെമോൺസ്ട്രേറ്റീവ് വരും, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ എന്താ പറയുക, എന്താ ഈ പറഞ്ഞ പോലെ പൊസിഷനുള്ള നൗണിൻ്റെ അപ്പോസ്ട്രോഫീസ് വരുന്ന പൊസിഷൻസ് വരും. അതെല്ലാം വന്നാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ വരും. അതൊക്കെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പ്ലൂറൽ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ സബ്ജക്റ്റ് എന്ന വിഷയം, ഒരു വിഷയത്തെ പറ്റി അല്ല പറയുന്നത്, അർത്ഥം തന്നെ മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ട എപ്പോഴും പ്ലൂറൽ വെർബ് ആയിരിക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കണം, അതിലൊരു മാറ്റമില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു കാര്യം. ഇതുപോലെ തന്നെ ഇവിടെ എക്സാമിന് നമുക്ക് ഒരുപാട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ, ഗെയിംസും ഡിസീസസും ഒന്നും കുഴപ്പമില്ല, സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇപ്പൊ ഗെയിമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയാണ് ടെന്നീസ് അല്ലെങ്കിൽ ഡയബറ്റീസ്, നമ്മൾ പറയോ ഡയബറ്റീസ് ആർ സീരിയസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് കൊടുക്കോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാണ്? തെറ്റവിടെ. ഡയബറ്റീസ് എന്ന് ഒറ്റ പറഞ്ഞേ ഉള്ളൂ, എസ് ഇട്ടിട്ടൊന്നും വിചാരിച്ചാൽ എല്ലാം പ്ലൂറലല്ല. ഡയബറ്റീസ് ഈസ് അല്ലെ സബ്ജക്റ്റാണ്, സബ്ജക്റ്റിൽ ഡിസീസ് ആണ്. അതുപോലെ ടെന്നീസ് ഈസ് മൈ ഫേവറേറ്റ് ഗെയിം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് പ്ലൂറൽ സെൻസിൽ പറയാം അറേബ്യൻ നൈറ്റ്സ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്. has been my favorite series till now. ഇതുവരെ ഗെയിം ഓഫ് ത്രോൺസ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഹാസ് ബീൻ കൊടുക്കുക. എന്തുകൊണ്ടാണ്? ഇത് മൊത്തത്തിൽ ഒരു ബുക്കിൻ്റെ ടൈറ്റിലാണ് അല്ലേ, ഇത് മൊത്തത്തിൽ ഒരു ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ ടൈറ്റിലാണ്. ഇത് ഒറ്റയടിക്ക് ഒരു സബ്ജക്റ്റിന്റെ പേരാണ്. അപ്പൊ സിംഗുലർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാ? സിംഗുലർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എസ് ഇട്ട് കൊടുത്തോണ്ട് എല്ലാം പ്ലൂറൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സിംഗുലർ കണ്ടാൽ സിംഗുലർ ആണ്, പ്ലൂറൽ കണ്ടാൽ പ്ലൂറൽ ആണ്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ മാർക്ക് പോകും. ഓക്കെ, അടുത്തോട്ട് പോകാലോ. അപ്പൊ ഇവിടം വരെ ആയിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് കളക്ട് നൗൺസിന്റെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും എങ്ങനെ രണ്ടും ഉണ്ട്, ഡ്യുവൽ ആണ് അല്ലേ. സിംഗുലർ ഫോമിലും പറയാം പ്ലൂറൽ ഫോമിലും പറയാം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത മറ്റേതിൽ സബ്ജക്റ്റ് ആയിട്ട് അല്ലാണ്ട് ഉപയോഗിക്കുന്ന പ്ലൂറൽ സ്ട്രക്ചർ അതിനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടോ. അപ്പോൾ എക്സാമ്പിൾ കണ്ടായിരുന്നല്ലോ, ഇവിടെ നമ്മൾ ഓഡിയൻസ് ആർ റിക്വസ്റ്റഡ് ടു ലീവ് ദി ഹോൾ ത്രൂ നിയറസ്റ്റ് എക്സിറ്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് അതുപോലെ നൗൺ കോമ്പൗണ്ട്സിലോട്ട് പോകാം. പലതരത്തിൽ നൗണുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, നൗണിന്റെ ടൈപ്പ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നൗണിന്റെ കേസ് ഉണ്ട്. കേസ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിനി ആകെപ്പാട് ഒരു 10 മിനിറ്റുള്ളതല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നൗണിന്റെ ടൈപ്പുകളെ പറ്റി പോകാം. ഓക്കെ, അപ്പം നമുക്കിനി പഠിക്കുന്നത് നൗൺ കോമ്പൗണ്ട് ആണ്. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പൊതുവെ ഒന്ന് ആലോചിച്ച് നോക്കി, കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എലമെന്റിനോട് മറ്റൊരു എലമെന്റ് കൂടി ചേർന്ന് അതിന് കോമ്പൗണ്ട് ആയി മാറും അല്ലേ. നൗൺ കോമ്പൗണ്ട് അങ്ങനെ തന്നെയാണ്. നൗൺ കോമ്പൗണ്ട് എങ്ങനെയാ? നൗൺ കോമ്പൗണ്ട് 2 or more വേർഡ്സ് കൂടി ചേർന്ന് എന്തൊരു ഒരു നൗൺ എന്ന് പറഞ്ഞാൽ നൗൺ ആയിരിക്കണം, കോമ്പൗണ്ട് ആയിട്ടുള്ള നൗൺ ആയിരിക്കണം. കോമ്പൗണ്ട് വേർഡുകളുണ്ട് കേട്ടോ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഉണ്ട്, കോമ്പൗണ്ട് വെർബ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് കോമ്പൗണ്ട് നൗൺ ആണ്. അപ്പൊ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു നൗണിന്റെ കൂടെ വേറെ നൗൺ വരാം, ചിലപ്പോൾ നൗണിന്റെ ഒരു അഡ്ജക്റ്റീവ് വരാം. അപ്പൊ പക്ഷെ അത് വരുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ അത് നൗൺ ആയിരിക്കണം, അത് മൊത്തത്തിലാകുമ്പോൾ നൗൺ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ വാട്ടർ പൊല്യൂഷൻ പറയില്ലേ, വാട്ടർ പൊല്യൂഷൻ കോമ്പൗണ്ട് നൗൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈഫനേറ്റഡ് ആയിട്ട് കോമ്പൗണ്ട് നൗൺ ഉണ്ട്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ മുൻപിലും പിൻപിലും പ്രൊപ്പോസിഷൻ വരിക. ബോത്ത് നൗൺസ് ഡിഫറെന്റ് ആയിട്ടുള്ള നൗൺസ് വരുന്ന കേട്ടോ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നൗൺസ് വരുന്ന ഒരു നൗൺ വരുന്നു, അതിനുശേഷം പ്രൊപ്പോസിഷൻ വരുന്നു, അതിന്റെ വേറെ നൗൺ വരുന്നു. അങ്ങനെ കേസുകൾ വരുമ്പോൾ അത് ഇതും ആയിക്കോട്ടെ, ഹൈഫനേറ്റഡ് ആയിക്കോട്ടെ, ഹൈഫൻ ഇല്ലാതെ ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം അതിന്റെ സിംഗുലർ പ്ലൂറലും എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏത് മെയിൻ വേർഡ് ഏതാ നോക്കുക. പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് വരുന്ന വേർഡ് അല്ലല്ലോ മെയിൻ വേർഡ്.
മെയിൻ വേർഡ് ഏതായിരിക്കും? ആദ്യത്തെ നൗൺ ആയിരിക്കുമല്ലോ മെയിൻ വേർഡ്. അപ്പോൾ ആ മെയിൻ വേർഡ് കണ്ടുപിടിക്കണം. ആ മെയിൻ വേർഡ് കണ്ടുപിടിച്ചിട്ട് ആ മെയിൻ വേർഡിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കും. ഇപ്പോൾ ബ്രദർ ഇൻ ലോയിൽ ബ്രദർ ആയിരിക്കും മെയിൻ വേർഡ്, എഡിറ്റർ ഇൻ ചീഫിൽ എഡിറ്റർ ആയിരിക്കും മെയിൻ വേർഡ് അല്ലേ. അതുപോലെ മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പർ ആയിരിക്കും നമ്മുടെ മെയിൻ വേർഡ്. അപ്പോൾ ആലോചിച്ച് നോക്കും, അവിടെ നമുക്ക് പ്ലൂറൽ ഫോം ചെയ്യണം. അപ്പോൾ അതിലെന്ത് വരും? ബ്രദർ ഇൻ ലോ എന്ത് വരും? ബ്രദേഴ്സ് ഇൻ ലോ വരും. എഡിറ്റർ ഇൻ ചീഫിൽ എന്ത് വരും? എഡിറ്റേഴ്സ് ഇൻ ചീഫ് വരും. മെമ്പർ ഓഫ് പാർലമെന്റിലോ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് വരും. പാർലമെന്റിന് പ്ലൂറൽ ഇട്ട് കൊടുക്കരുത്, മെമ്പർ ഓഫ് പാർലമെന്റ്സ് ഇട്ട് കൊടുക്കരുത്, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കുക, നൗൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന നൗണിൽ മെയിൻ നൗൺ എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ, മെയിൻ വേർഡ് എപ്പോഴും ഉണ്ടായിരിക്കും. ഫോക്കസ് ഓൺ ദ മെയിൻ വേർഡ്. മെയിൻ വേർഡിന്റെ പ്ലൂറൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടുത്തെ ക്ലൂ എന്താ? മെയിൻ വേർഡിന്റെ പ്ലൂറൽ, അതാണ് നമ്മുടെ ഫോക്കസ്. എപ്പോഴും ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വരുമ്പോൾ അതൊരു പ്രൊപ്പോസിഷനോട് വരുന്ന കോമ്പൗണ്ടുകൾ വന്നാൽ ഓക്കെ. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അറ്റോർണി ജനറൽ. ഡെപ്യൂട്ടി സ്പീക്കർ. മെയിൻ വേർഡ് നോക്കുക. അറ്റോർണി ജനറൽ ഏതാ? അറ്റോർണി ജനറൽസ് ആണോ? അല്ല, അറ്റോർണീസ് ജനറൽ ആണ്. അറ്റോർണി ജനറൽ ആകുമ്പോൾ അറ്റോർണി ആണ് മെയിൻ വേർഡ്. ഡെപ്യൂട്ടി സ്പീക്കർ ആകുമ്പോൾ സ്പീക്കർ ആണ് മെയിൻ വേർഡ്. YS ആണോ IS ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. സ്പെല്ലിംഗ് മാറി ഞാൻ കറക്റ്റ് ആക്കി തരാം കേട്ടോ. ഡെപ്യൂട്ടി സ്പീക്കർ ആകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കേഴ്സ്. പ്ലൂറൽ ഫോം. അപ്പോൾ കോമ്പൗണ്ട് വേർഡുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തുള്ള കോമ്പൗണ്ട് വേർഡുകൾ വരുമ്പോൾ മെയിൻ വേർഡ് ഹൈഫനേറ്റഡ് വേർഡ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ഇൻ ബിറ്റ്വീൻ വരുന്ന വേർഡുകളാണെങ്കിലും മെയിൻ വേർഡ് നോക്കുക. അറ്റോർണി ജനറൽ ഒന്ന് ഞാൻ പറയാം കേട്ടോ, സ്പെല്ലിംഗ് കറക്റ്റ് ആയിക്കോട്ടെ എന്ന്. ഓക്കെ. അപ്പൊ അറ്റോർണി ജനറൽ ജനറൽ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അറ്റോർണിയാണ് നൗൺ. അതുകൊണ്ടാണ് അറ്റോർണി ജനറലിൽ മെയിൻ വേർഡ് നൗൺ ആണല്ലോ, അഡ്ജക്റ്റീവ് അല്ലല്ലോ. കോമ്പൗണ്ട് നൗണിൽ മെയിൻ വേർഡ് നൗൺ ആണല്ലോ. ഇവിടെ നോക്കുക, അതുപോലെ തന്നെ ഇവിടെ ബ്രദർ ഇൻ ലോയിൽ ഇന്ന് പ്രൊപ്പോസിഷൻ, ലോ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള പ്രൊപ്പോസിഷൻ വരുമ്പോൾ എപ്പോഴും സെക്കൻഡറി ആണ്. അതുപോലെ എഡിറ്റർ ഇൻ ചീഫിൽ ചീഫ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. മെമ്പർ ഓഫ് പാർലമെന്റിൽ മെമ്പർ മെയിൻ, ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആ പ്രൊപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. പ്രൊപ്പോസൽ ഫ്രേസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അറ്റോർണി ജനറൽ ജനറൽ എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്, അറ്റോർണി ആണ് ഇത്. അപ്പോൾ അറ്റോർണീസ് ജനറൽ ഇത് കറക്റ്റാണ്, YS തന്നെയാണ്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറിൽ ഡെപ്യൂട്ടി ഇവിടെ അഡ്ജക്റ്റീവ് ആണ്, സ്പീക്കർ ആണ് നൗൺ. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് എന്ന് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് നൗണുകളിൽ കേട്ടോ, കോമ്പൗണ്ട് നൗണുകളിൽ പ്ലൂറൽ കണ്ടുപിടിക്കേണ്ടത്. ഹൈഫനേറ്റഡ് ആണെങ്കിലും ഇതുപോലെ യൂസേജസ് വരുമ്പോഴും പ്ലൂറൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതൊന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. യെസ്, ഇനി കുറച്ച് എന്താ പറയാ, ഐഡന്റിക്കൽ ആയ സിംഗുലറും പ്ലൂറലും ഉള്ളവയും കൂടെ പരിചയപ്പെടുത്താം. അത് കൂടെ നോക്കി നമുക്ക് നിർത്താം കേട്ടോ. വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കുറച്ച് സിംഗുലർ പ്ലൂറൽ ഫോർമുലേഷൻ വരുന്ന കുറച്ച് നൗണുകളുണ്ട്. ഷീപ്പ് എടുത്തു. ഷീപ്പിന്റെ സിംഗുലർ ഷീപ്പാണ്, പ്ലൂറൽ ഷീപ്പാണ്. അപ്പം നമുക്ക് എങ്ങനെ ഷീപ്പ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മൾ അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഒരു ഷീപ്പിനെ പറ്റി പറയുന്നത്. ഒരു ഷീപ്പ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് മെനി ഷീപ്പ് അല്ലേ. അപ്പം എനിക്ക് മനസ്സിലാവും പ്ലൂറലാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ മെനി ഷീപ്സ് ഇട്ട് കൊടുക്കരുത്. ഓൾറെഡി ഷീപ്പ് പ്ലൂറൽ കൂടിയാണ്, അതിൻ്റെ കൂടെ വീണ്ടും S ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഓൾറെഡി ഷീപ്പ് എന്ന് പറഞ്ഞാൽ പ്ലൂറലും ഉണ്ട്. അപ്പം മെനി ഷീപ്സ് ആയ അത് പ്ലൂറൽ അല്ല, തെറ്റാ. മെനി ഷീപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റാ. അല്ല, ഡിയർ എന്ന് പറയുന്നതിന് പ്ലൂറൽ ഡിയർ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഡിയറിനെ ഇപ്പം എനിക്ക് എന്ത് പറയാം അല്ലേ, ഞാൻ പറയാണ് 1 ഡിയർ. ഞാൻ ഒരു ഡിയറിനെ കണ്ടു, പോകുന്ന വഴിക്ക് ഞാൻ ഒരു ഡിയറിനെ കണ്ടു. ധാരാളം ഡിയറിനെ കണ്ടു, അല്ലെങ്കിൽ 7 ഡിയറിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും? 7 ഡിയർ ഇട്ട് കൊടുക്കുമോ? 7 ഡിയേഴ്സ് ഇട്ട് കൊടുക്കുമോ?
തെറ്റും. 7 deers അല്ല 7 deer എന്ന് തന്നെ കൊടുക്കണം. ബാരക്സ്, നമ്മൾ പട്ടാളക്കാരിങ്ങനെ തമ്പടിക്കുന്ന സ്ഥലമില്ലേ, അതിനാണ് ബാരക്സ് പറയാം. അതിന്റെ കൂട്ടമായിട്ടുള്ള ക്യാമ്പടിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് ബാരക്സ് തന്നെയാണ്. സിംഗുലറായിട്ടും ബാരക്സ്, പ്ലൂറലായിട്ടും ബാരക്സ്. മീൻസ് മാധ്യമം എന്ന് പറയും അല്ലെ. നോ മീൻസ്, ഒരു മാർഗവും ഇല്ല, മെത്തേഡ് എന്ന് പറയും. പ്ലൂറൽ മീൻസ് തന്നെയാണ്. സിംഗുലർ മീൻസ്, പ്ലൂറൽ മീൻസ്, മാധ്യമം, മെത്തേഡ് കേട്ടോ. അതുപോലെ ഇൻകം എന്നും കൂടെ മീൻസിന് അർത്ഥമുണ്ട്, വേറെ കാര്യം അല്ലെ. ലിവിങ് മീൻസ് എന്നൊക്കെ പറയും, അതൊക്കെ പറയും. പിന്നെ ഇന്നിങ്സ് അല്ലെ. ഇന്നിങ്സ് എന്ന് പറയുന്നത് സിംഗുലർ ഇന്നിങ്സാ, പ്ലൂറൽ ഇന്നിങ്സാ അല്ലെ. അപ്പോൾ നോക്കണം, ദ ഇന്നിങ്സ് വാസ് അമേസിങ് എന്ന് പറയാം. ദ ഇന്നിങ്സ് വാസ്, ദ ലാസ്റ്റ് ഇന്നിങ്സ് എന്ന് കൊടുക്കാം. അവസാനത്തെ ഇന്നിങ്സ്, ദ ലാസ്റ്റ് ഇന്നിങ്സ് വാസ് അമേസിങ്, അല്ലെങ്കിൽ എക്സൈറ്റിംഗ് എന്ന് കൊടുക്കാം, കുറച്ച് അല്ലേ, എക്സൈറ്റിംഗ് കൊടുക്കാം. ഞാൻ എന്തുകൊണ്ട് അവിടെ സിംഗുലർ ഫോം കൊടുത്തേ? വേറെ ഒന്നുമില്ല, ഇവിടെ ദ ലാസ്റ്റ് ഇന്നിങ്സ് അപ്പോൾ ഒന്നിനെ പറ്റിയാ പറയുന്നുള്ളൂ, അതുകൊണ്ട് അല്ലേ. അപ്പൊ പ്ലൂറൽ സെൻസിലായിരുന്നെങ്കിൽ എന്ത് കൊടുക്കണമായിരുന്നു? Those innings have made his career remarkable. ആ ഇന്നിങ്സുകൾ അവന്റെ കരിയറിനെ റിമാർക്കബിൾ ആക്കി മാറ്റി, ഓർമ്മപ്പെടുന്നത്, നോട്ടീസബിൾ ആക്കി മാറ്റി അല്ലെ. അവിടെ ദോസ് ഇന്നിങ്സ് ഇട്ട് കൊടുത്തു ഞാൻ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് പ്ലൂറൽ സെൻസിലാണ്. ഹാവ് മെയ്ഡ്, എന്തുകൊണ്ടാണ് പ്ലൂറൽ സെൻസ് വന്നേ? കാരണം ഞാൻ അവിടെ ഡിറ്റർമിനർ ഇട്ട് കൊടുത്തു. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഒരു ദോസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഡിറ്റർമിനർ ആണ് അല്ലെ. ദോസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഡിറ്റർമിനർ ആണ്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ, ദിസ് മീൻസ് പറഞ്ഞാൽ ഈ ഒരു മാർഗം, ദിസ് മീൻസ്, ഈ മീൻസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. നമുക്കതിനെ സിംഗുലർ ആണ് പ്ലൂറൽ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് മീൻസ്, ദിസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അപ്പൊ എനിക്ക് ഒന്നേ ഉള്ളത് മനസ്സിലായി. അതിൻ്റെ വെർബ് സിംഗുലറെ കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലൂറൽ ആവണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണമായിരുന്നു? ദീസ്, ദീസ്, ഇവ എന്ന് പ്ലൂറൽ സെൻസ് കൊടുക്കണം അല്ലെ. ദിസ് സിംഗുലർ, ദീസ് പ്ലൂറൽ, ദാറ്റ് സിംഗുലർ, ദോസ് പ്ലൂറൽ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ദാറ്റ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയും, ദോസ് ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഐഡിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? കൂടെ കൊടുത്തിന് ഡിറ്റർമിനറെ നോക്കിയാണ് എന്നെ മനസ്സിലാവുക. അപ്പൊ ഫോക്കസ് ഓൺ ദ ഡിറ്റർമിനർ. ഇവിടെ എന്ത് കൊടുക്കണം? ഫോക്കസ് ഓൺ ദ ഡിറ്റർമിനർ. പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എങ്ങനെ കണ്ടുപിടിക്കാം? നോട്ടാണേ, നോട്ട് ഓർത്ത് വെച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ഓൺ ദി ഡിറ്റർമിനർ. ഡിറ്റർമിനർ സിംഗുലർ എങ്കിൽ വെർബ് നൗൺ സിംഗുലർ ആയിരിക്കും, ആ കൊടുത്തിരിക്കുന്ന സിംഗുലർ ആയിരിക്കും. ഡിറ്റർമിനർ പ്ലൂറൽ ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന നൗൺ പ്ലൂറലും ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഐഡന്റിക്കലായ ഇതുപോലത്തെ ഉള്ള നൗണുകളുടെ കൂടെ. പക്ഷെ അതിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ വീണ്ടും എസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ പ്ലൂറലാക്കാൻ ശ്രമിക്കരുത്. ഓൾറെഡി അത് സിംഗുലർ ആണ്, ഓൾറെഡി അത് പ്ലൂറൽ ആണ്, സിംഗുലറും പ്ലൂറലും ആണ്. അവയെ പിന്നെ സിംഗുലറും പ്ലൂറലും ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഡേറ്റ, പണ്ട് ഡേറ്റ എന്ന് പറയുന്നത്, ഇപ്പൊ അങ്ങനെയല്ല, ഡേറ്റ സിംഗുലറും പ്ലൂറലും ആയിട്ട് ഉപയോഗിക്കും. മോഡേൺ ഇംഗ്ലീഷ് മാറ്റം വന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കോമ്പറ്റേറ്റീവ് ഇംഗ്ലീഷിൽ പോലും ഡേറ്റ എന്ന് പറഞ്ഞാൽ സിംഗുലറും പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഓഫ് സ്പ്രിംഗ് സിംഗുലറും പ്ലൂറലും. അപ്പോൾ ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കും ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അല്ലെ, പ്ലൂറലും എന്ന് പറയും. അപ്പം നമ്മൾ പറയില്ലേ ദോസ് ഓഫ് സ്പ്രിങ്സ് എന്നിട്ട് കൊടുക്കരുത്, ദോസ് ഓഫ് സ്പ്രിങ്സ് ഇട്ട് കൊടുക്കരുത്, തെറ്റും. ദോസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറയണം പ്ലൂറൽ സെൻസിൽ പറയുമ്പോഴേ. അതുപോലെ തന്നെ ദിസ് ഓഫ് സ്പ്രിംഗ്, ഈ ഓഫ് സ്പ്രിംഗ് സിംഗുലർ ആണെങ്കിൽ ദിസ് ഓഫ് സ്പ്രിംഗ് കൊടുക്കണം. അപ്പോൾ തെറ്റ് വരുത്താതെ ശ്രദ്ധിക്കുക. ദിസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും കറക്റ്റാ, അതുപോലെ തന്നെ ദീസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും കറക്റ്റാ, ദോസ് ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും കറക്റ്റാ. അപ്പോൾ ദാറ്റ് ഓഫ് സ്പ്രിംഗ്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സിംഗുലർ ആണ്, പ്ലൂറലും ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. ക്വാർട്ടേഴ്സും അല്ലെ, പോലീസ് ക്വാർട്ടേഴ്സ്, അതുപോലെ ക്വാർട്ടേഴ്സ് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. വർക്ക്സ് അതുപോലെയാണ്. നമ്മൾ പറയില്ല ഇലക്ട്രിക്കൽ വർക്ക്സ്, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. കൺസ്ട്രക്ഷൻ എന്നർത്ഥം വരുമ്പോൾ മാത്രം, അല്ലാതെ വർക്ക് എന്ന് പറയുന്നത് പണി എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. കൺസ്ട്രക്ഷൻ എന്നർത്ഥം വരുമ്പോൾ വർക്ക്സ് കേട്ടോ, അർത്ഥം ഓർത്തോണം. കൺസ്ട്രക്ഷൻ എന്നർത്ഥം വരുമ്പോൾ മാത്രമേ വർക്ക്സ് പ്ലൂറലാണ്. നമ്മൾ പറയാറുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് എന്നൊക്കെ പറയും. അതിനാണ് വർക്ക്സ് എന്ന് പറയാം. പിന്നെ ബോർ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും പറയട്ടെ വർക്ക്സ്. കൃതികൾ എന്ന് ഓർത്തോണ്ട് പിന്നെ വർക്ക്സിന് കൃതികൾ, ലിറ്റററി വർക്ക്സ് അല്ലെ, ലിറ്റററി വർക്ക്സ്, കൃതികൾ. അതുപോലെ തന്നെ
ഇലക്ട്രിക്കൽ വർക്ക്സ്, മെക്കാനിക്കലായിട്ട് ഇലക്ട്രിക്കലായ പണികൾ എന്നുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ്, അങ്ങനെ അർത്ഥം. പിന്നെ ബോർ, കാട്ടുപന്നി, പ്ലൂറലും ബോറാണ്, സിംഗുലറും ബോറാണ്. അപ്പോൾ അതിന് ഒരിക്കലും ബോർസ് ഇട്ട് കൊടുക്കരുതേ, ബോർസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, ബോർസ് ഇല്ല. അതായത് നമ്മൾ പറയണം, ഞാൻ വരുന്ന വഴിക്ക് ഒരു ബോറിനെ കണ്ടു അല്ലേ, ദ ബോർ, ആ ബോർ എന്ന് പറയാം, ഒറ്റ ബോറിനെ പറ്റി പറയാം. ആ സമയത്ത് ഞാൻ ബോർസ് ഇട്ട് കൊടുക്കാം, എങ്ങനെയാ, a few bores, കുറച്ച് ബോർസ്. ഓക്കെ, അപ്പൊ പ്ലൂറൽ സെൻസിൽ പറയുവാണെങ്കിൽ ബോർസ് ഇട്ട് കൊടുക്കരുത്, വെറും ബോർന്ന് ഇട്ട് കൊടുക്കണം, അപ്പൊ കറക്റ്റാണ് കേട്ടോ. പ്ലൂറലും സിംഗുലറും ഒരേ സാധനം തന്നെയാകുമ്പോൾ ഡിറ്റർമിനർ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ അവരുടെ കൂടെ ഒരിക്കലും SCS ഇട്ട് കൊടുത്താൽ തന്നെ പ്ലൂറൽ സിംഗുലർ ആക്കുന്ന പരിപാടി നടക്കരുത് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇത്ര ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ പറയുന്ന നൗണിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇവ മാത്രമാണ്. പിന്നെ ഉള്ളത് ഒരെണ്ണം കൂടെ കാണിക്കുക ഇതിന്റെ തന്നെ. എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റിന്റെ പ്ലൂറിലും സിംഗുലർ എയർക്രാഫ്റ്റ് തന്നെയാണ്. സ്പേസ് ക്രാഫ്റ്റ് സിംഗുലർ പ്ലൂറിലും, സ്പേസിലുള്ള വണ്ടി സ്പേസ് ക്രാഫ്റ്റ്, എയറിൽ കൂടെ വാഹിക്കുന്ന എയർക്രാഫ്റ്റ്. ഹോവർ ക്രാഫ്റ്റ് വെള്ളത്തിൽ എയറിലൂടെ ഒരുമിച്ച് പോകും, ഹോവർ ക്രാഫ്റ്റ്. കുറച്ച് എയറിലൂടെ പറഞ്ഞ പിന്നെ വെള്ളത്തിലൂടെ പോകുന്ന ഇതില്ലേ, മറ്റേ ഹെലികോപ്റ്റർ പോലെ വന്ന എയർപ്ലെയിൻ പോലെ കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടിരിക്കുന്ന സാധനം, അതിന് ഹോവർ ക്രാഫ്റ്റ് പറയും. പിന്നെ കോപ്സ്, CORPS കോപ്സ് ആണ്. അതിൻ്റെ അർത്ഥം സേന, നമ്മൾ പറയില്ലേ ആർമി എന്നുള്ള അർത്ഥത്തിലാണ് സേന എന്ന് പറയും. ഇത് പ്ലൂറൽ സെൻസിലാണ്, സോൾജേഴ്സിന്റെ ഗ്രൂപ്പ് പോലത്തെ സാധനത്തിനാണ് നമ്മൾ കോപ്സ് പറയാം, പ്ലൂറൽ സേന. പക്ഷെ ആ സമയത്ത് വേറെ കോപ്സ് ഉണ്ട്, കോപ്പ്, നമ്മുടെ പോലീസ് കോപ്പില്ലേ COP, ആ കോപ്പ് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം, അത് പ്ലൂറലുണ്ട് സിംഗുലറും ഉണ്ട്, കോപ്പും ഉണ്ട് കോപ്സും ഉണ്ട്, അത് ഡിഫറൻസ് ആണ്, അത് കോപ്സ്. അതേപോലെ വേറൊരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ കോപ്സ്, കോർപ്സ് അല്ലെ, ഡെഡ് ബോഡി എന്ന് പറയും, അതിന്റെ പ്ലൂറൽ കോപ്സസ് ഉണ്ട്. അപ്പൊ അത് വേറെയാണ് കേട്ടോ, ഇത് പോലീസ് എന്നും ഇത് ഡെഡ് ബോഡി എന്നും അർത്ഥം. മറ്റേ പോലീസ് എന്ന് പോലീസ് ഇല്ലേ, അതിനാണ് അത് ഡിഫറെന്റ് ആണ്, ഇത് സേനയാണ്. ഈ കോപ്സ് സേന, കേഡ്ര എന്നൊക്കെ പറയില്ലേ, NCCന്റെ ഒക്കെ പറയാം. പിന്നെ ക്രോസ് റോഡ്സ്, ഒരു റോഡ് മറ്റു റോഡ് അങ്ങനെ കൂടിച്ചേർന്ന് വരുന്നത് നമ്മൾ എന്ത് പറയും, ക്രോസ് റോഡ്സ് പറയും. പ്ലൂറലും ക്രോസ് റോഡ്സ് ഉണ്ട്, സിംഗുലർ ക്രോസ് റോഡ്സ്. അപ്പൊ നമുക്ക് പറയാം ആ ക്രോസ് റോഡ്സും പറയാം, സെവറൽ ക്രോസ് റോഡ്സ് പറയാം. പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട്. ക്രോസ് റോഡ് എന്ന് പറയില്ലേ, ക്രോസ് റോഡ്സ്, സെവറൽ ക്രോസ് റോഡ്സ് പറയണം. ഒരു എക്സാമ്പിൾ ആണ് ചെയ്യാൻ നോക്കി, several or a number of. Aircrafts were during the mission. മിഷന്റെ സമയത്ത് ഒരുപാട് എയർക്രാഫ്റ്റുകൾ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. എറർ ABCN നോ എറർ. ഇതാ എക്സാമിന് ചോദിക്കാം. A number of aircrafts, B were destroyed, C during the mission, D no error. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നമുക്ക്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ എറർ വീഡിയോ മാറ്റാം. A number of aircrafts, അതാണ് പ്രശ്നം അല്ലേ? എയർക്രാഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എയർക്രാഫ്റ്റ്സ് കൊടുക്കണം, എയർക്രാഫ്റ്റ് മതി. A പാർട്ടിൽ എറർ, സ്പോട്ട് എറർ അങ്ങനെയാ. എയർക്രാഫ്റ്റിന്റെ പ്ലൂറലും സിംഗുലറും എയർക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് എറർ വന്നിട്ടുണ്ട് A പാർട്ടിൽ, അത് ഓർത്ത് വെച്ചോ. ബാക്കി വേർഡ് ഡിസ്ട്രോയ്ഡ് കളർ കറക്റ്റ് കാര്യം എ നമ്പർ ഓഫ് എന്നാണ്, അപ്പോൾ പ്ലൂറലാണ്. ഉറപ്പായിട്ടും ആ നമ്പർ ഓഫ് എന്ന ഡിറ്റർമിനർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പ്ലൂറൽ സെൻസിലാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വെറുപ്പ് സിംഗുലർ, സിംഗുലർ അല്ല പ്ലൂറലാണ് കൊടുക്കേണ്ടത് മനസ്സിലായി. അവിടെ എയർക്രാഫ്റ്റ്സ് കൊടുക്കണ്ടായിരുന്നു, അവിടെയാണ് തെറ്റ്. A പാർട്ടിലാണ്, B പാർട്ടിലല്ല തെറ്റ് അല്ലേ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓർത്തണം, ചില നൗണുകൾ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ സിംഗുലർ ആയിട്ട് പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്ന നൗൺ ഫോംസ് ഉണ്ടല്ലോ. അപ്പം അതിവിടെ വെച്ച് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നൗണിന്റെ കേസുകളെ പറ്റിയൊക്കെ എടുക്കാം. കുറച്ച് ഫോറിൻ നൗൺസ് ഉണ്ട്, അവയുടെ കേസുകൾ നോക്കാം. അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്, കുറച്ച് ന്യൂട്രൽ നൗൺസ് ഉണ്ട്, ന്യൂമറൽ നൗൺസ് ഉണ്ട്,
പിന്നെ കുറച്ച് പൊസസീവ് കേസ് പഠിക്കാനുണ്ട്. അപ്പസ്ട്രോഫി എവിടെയൊക്കെ ഉപയോഗിക്കണം, അപ്പസ്ട്രോഫി എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതൊക്കെ നൗണിൻ്റെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. SSC എക്സാമിന് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്ലിയർ ആണെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.